Hello, good evening. Yes, Makale, the plus 2 biology. Ultimately, three chapters are cover CBSE exam, biology examination 19. So, this examination is questions, important topics. This is discussing chapters already revised. This questions and answer discussion. So, our questions questions from 3 chapters, very important 3 chapters, that is Human Reproduction, Reproductive Health and Evolution. So, these 3 chapters in the Pradhanapetta Chodyangalumayittana njan innu ethirikkunnathu. Appo namukku thodangiyalo samayam kalayunnilla vegam namukku oru 1.5 manikkoor kondu namukku max ee 3 chapters endu cheyanam cover cheyidu theerkanam. Appo ningal ellarum ready aanengil njanum ready aanu. Namukku thodangam aa 3 chapters. The first question ennu parayunnathu nammade human reproduction in the question. The first question is, list the following events observed in human reproduction in chronological order: fertilization, gametogenesis, insemination, gestation, parturition and implantation. Ee thandirikkunna process processes എല്ലാം തന്നെ അതിന്റെ chronological order arrange ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കേ, സോ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ പറയുന്ന ഓരോ സീക്വൻസ്, ഫസ്റ്റ് ഏതാണ്, അത് കഴിഞ്ഞ് സെക്കൻഡ് ഏതാണ്, അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ, സോ ബൂസ്റ്ററിന്റെ ഒക്കെ ടൈം അതൊക്കെ നോക്കാം ഓക്കെ പറയാം കേട്ടോ. ശരി. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് നടക്കുന്നത് ഗാമറ്റോജെനസിസ് ആണ് അല്ലെ. ഗാമറ്റോജെനസിസ് ആണ് ഒന്നാമതായി നടക്കുന്ന പ്രോസസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ്. അത് നടന്നാലല്ലേ ഗമേറ്റ്സ് ഉണ്ടാവത്തുള്ളൂ. ഗമേറ്റ്സ് ഏതൊക്കെയാ? മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്പെർം ആൻഡ് ഓവം. സോ ഈ പറയുന്ന പ്രോസസ് സ്പെർമും ഓവവും ഉണ്ടാകുക എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ് ഗാമറ്റോജെനസിസ് ആണ് ഒന്നാമത് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇതിലെ ചെടികളിൽ നമ്മൾ പറയുന്നത് എന്താ? പ്ലാന്റ്സിലാണെങ്കിൽ പോളിനേഷൻ എന്ന് പറയുന്നത് പോലെ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ വി ഹാവ് ടു ട്രാൻസ്ഫർ ദി സ്പെർം സെൽസ് ടു ഫീമെയിൽ ട്രാക്ട് അല്ലെ. ഈ സ്പെർം സെൽസിനെ ഫീമെയിൽ ട്രാക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ ആൻഡ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രോസസ്. അതിനെയാണ് സെക്കൻഡ് പ്രോസസ് ആയിട്ടുള്ള ഇൻസെമിനേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ സ്പെർമും ഓവും തമ്മിൽ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ മക്കളെ? യെസ്, ആംപുലാർ ഇസ്തുമിക് ജംഗ്ഷനിൽ എന്നാണ് പഴയ ടെക്സ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്ത് ആംപുലറി റീജിയൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങളും അങ്ങനെ ഓർത്താൽ മതി. ആംപുലറി റീജിയനിൽ വെച്ചിട്ട് ഇവന്മാർ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? They will fertilize. The fertilization is the third process അതിനകത്ത് നടക്കുന്നത്. തേർഡ് പ്രോസസ്സിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ അവിടെ ക്ലീവേജ് നടന്ന് ആ ഒരു സൈഗോട്ട് സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും അല്ലെ. ആ എംബ്രിയോ ഉടനെ തന്നെ എന്ത് ചെയ്യും? വന്നിട്ട് നമ്മുടെ യൂട്രസിനകത്ത് വന്നിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ എൻഡോഡേർമിൽ വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യപ്പെടും. സോ ഇംപ്ലാന്റേഷൻ ഈസ് ദി ഫോർത്ത് ഇവന്റ്. അത് കഴിഞ്ഞോ ഗർഭിണിയാകുന്ന ഒരു സ്ത്രീ ആ ഒരു പീരീഡ് ഒരു 9 months, മനുഷ്യന്റെ കേസിലാണെങ്കിൽ ഒരു 9 months എന്ത് ചെയ്യും? 9 months അത് ഇങ്ങനെ ഇത് പ്രസവകാലം എന്ന് നമ്മൾ പറയും അല്ലെ, ഗസ്റ്റേഷൻ പീരീഡിലായിരിക്കും. അതാണ് 3 months ആയിട്ട് 3 months ആയിട്ട് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഗസ്റ്റേഷൻ ഈസ് ദി ഫിഫ്ത്ത് ഇവന്റ്. അത് കഴിഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് എംബ്രിയോ ആയി കഴിഞ്ഞാൽ ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാകുകയും അങ്ങനെ ഓക്സിറ്റോക്സിൻ ഹോർമോൺ റിലീസ് ചെയ്യുകയും അങ്ങനെ കുഞ്ഞ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ. സോ ദീസ് ആർ ദ 6 events. അത് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്തു? ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതി. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പ്രോസസ് കൂടി നമുക്ക് പറയാം. 7th പ്രോസസ് ആയിട്ട് ലാക്ടേഷൻ. സോ ഇത്രയുമാണ് ആക്ച്വലി ആ പ്രോസസ്സിനകത്ത് വരുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ ഇതായിരുന്നു ആ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ടൈം കളയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ മിസ്സിംഗ് ബോക്സസ് എക്സിക്യൂട്ടിംഗ് ദ റൂട്ട് ഓഫ് സ്പെർം ട്രാൻസ്പോർട്ട്. ടെസ്റ്റിസിൽ നിന്ന് യുറീത്രൽ മിയാറ്റിസ് വഴി സെമൻ പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു ഡക്ട് സിസ്റ്റത്തിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത് അല്ലെ. സോ ടെസ്റ്റിസിൽ നിന്ന് ആ പുറത്തേക്ക് വരുന്ന ഡക്ട് സിസ്റ്റം കറക്റ്റ് റൂട്ട് പാത്ത് ഒന്ന് വരച്ചു കൊടുക്കാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓർ ദീസ് ആർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് ഒരാൾ ചോദിക്കുന്നത്. ബ്ലൂ വെയിലാണോ എന്ന് ചോദിക്കുന്നത്. കടലിൽ നിന്നൊക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയ. ശരി, എന്തായാലും പിടിച്ചോളൂ. ഇത് പ്രീവിയസ് ഇയർ മാത്രമല്ല, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഡെലിവറി ആണോ
പാർച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പറയുന്ന ഫസ്റ്റ് ഡക്ട് സിസ്റ്റം. അവിടെ നിന്ന് നേരെ പോകുന്നത് റീറ്റേഡ് ടെസ്റ്റിസിലേക്കാണ്. സോ റീറ്റേഡ് ടെസ്റ്റിസിൽ നിന്നും അത് നേരെ പോകുന്നത് വാസ് എഫറൻസിലേക്കാണ്. വാസ് എഫറൻസ് ഓർ വാസ എഫറൻഷ്യ എന്നും പറയും. സോ വാസ എഫറൻഷ്യ ഓർ വാസ് എഫറൻസിൽ നിന്ന് പിന്നെ പോകുന്നത് എപ്പിഡിഡിമിസിലേക്കാണ്. സോ വാസ എഫറൻഷ്യ എന്ന് ഞാൻ എഴുതരാം. ഓക്കെ, അത് കഴിഞ്ഞ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസിൽ നിന്ന് നേരെ പോകുന്നത് വാസ് ഡിഫറൻസിലേക്കാണ്. വാസ് ഡിഫറൻസിൽ നിന്നാണ് അത് ഏതിലേക്ക് പോകുന്നത്? യെസ്, അത് യുറീത്രയിലേക്ക് പോകുന്നത്. ഒരുപാട് കുട്ടികൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി കൂൾ. ഓക്കെ, സോ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റീറ്റേഡ് ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, ദെൻ എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ് ആൻഡ് യുറീത്ര. സോ ഇതാണ് ആ പറയുന്ന ഓർഡർ, ഡക്ട് സിസ്റ്റത്തിന്റെ ഓർഡർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ ഹിയർ വി ഹാവ് ദ തേർഡ് ക്വസ്റ്റ്യൻ. State the significance of cervix in the female reproductive system. Female reproductive system cervixനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ യൂട്രസിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു നാരോ കനാലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെർവിക്സ് എന്ന് വിളിക്കുന്നത്. ആ സെർവിക്സ് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്നത് ഏതിലേക്കാണ്? വജൈനിലേക്കാണ്. സോ വജൈനെയും യൂട്രസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഡക്റ്റ് ആണ് ആക്ച്വലി സെർവിക്സ് എന്ന് വിളിക്കുന്നത്. ഈ സെർവിക്സിന് വേറൊരു വലിയ പ്രത്യേകത, ഈ സെർവിക്സ് കൂടി മാത്രമേ, സെർവിക്സ് വിചാരിച്ചാൽ മാത്രമേ സ്പേം സെല്ലിന് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സെർവിക്സ് വിചാരിച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ പുറത്തേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെർവിക്സ് പ്ലസ് വജൈനയെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ബർത്ത് കനാൽ, അല്ലെ? ബർത്ത് കനാൽ. സോ ബർത്ത് കനാൽ ഫോം ചെയ്യുന്നത് സെർവിക്സും വജൈനയും കൂടി ചേർത്തിട്ടാണ്. സോ സെർവിക്സ് ആൻഡ് വജൈന ടുഗദർ കോൾഡ് ബർത്ത് കനാൽ. ബർത്ത് കനാൽ. ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോ ഇതാണ് സെർവിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നാരോ ഓപ്പണിംഗ് മാത്രമാണ് സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സിൽ വിചാരിച്ചാൽ മാത്രമേ, സെർവിക്സിൽ കൂടിയാണ് ആക്ച്വലി യൂട്രസും വജൈനയും പരസ്പരം കണക്റ്റഡ് ആകുന്നത്. അതുപോലെ സെർവിക്സിൽ വെച്ചിട്ടാണ്, സെർവിക്സ് ഫ്രണ്ട്ലി ആയിരുന്നാൽ മാത്രമേ സ്പേം സെല്ലിന് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ കുഞ്ഞു പുറത്തേക്ക് വരുന്നതും ഈ പറയുന്ന സെർവിക്സിൽ കൂടിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെർവിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Name the hormone crucial in parturition. Does the parturition signal originate from the mother or the fetus? അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഒരു പാർച്ചുറേഷൻ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. സോ പാർച്ചുറേഷൻ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. സോ ഓക്സിറ്റോസിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ. മറക്കണ്ട, ഓക്സിറ്റോസിൻ ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ നീഡഡ് ഫോർ പാർച്ചുറേഷൻ. കാരണം നമുക്കറിയാം, നമ്മുടെ ഫീറ്റസ് കംപ്ലീറ്റ് ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ അതൊരു ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത് പ്ലാസന്റയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പ്ലാസന്റ എല്ലാവർക്കും അറിയാം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ പ്ലാസന്റ എന്ന് വിളിക്കുന്നത്. ആ പ്ലാസന്റയിൽ നിന്നാണ് ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാകുന്നത്. സോ ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ആണ് ആക്ച്വലി ഏതിലേക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസിൽ എത്തുകയും ആ ഹൈപ്പോതലാമസിൽ നിന്നാണ് നമ്മൾ ആ കാര്യങ്ങൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഒക്കെ വരികയും ശരീരത്തിലേക്ക് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുകയും പാർച്ചുറേഷൻ എന്ന പ്രോസസ് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നാണ് ഏത് പുറത്തേക്ക് വരുന്നത്? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ദാറ്റ് ഈസ് ഫ്രം എ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ഓക്കെ, ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്നാണ് അത് റിലീസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. മനസ്സിലായല്ലോ മക്കളെ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് ഇത്താ പിടിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് ഹോർമോൺസ്, endocrine glands along with the functions of the hormones that are crucial in causing spermatogenesis. Spermatogenesis നടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവരുടെ ഹോർമോണുകളും ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഹോർമോൺ എന്ന് പറയുന്നത് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ചില ആൾക്കാരെയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഗൊണാഡോട്രോപ്പിൻ അഥവാ GnRH എന്ന് പറയുന്ന ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, GnRH ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ GnRH എവിടെ നിന്ന് റിലീസ് ചെയ്യും? ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യും. യെസ്, ഓഫ് കോഴ്സ് GnRH റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്പെർമറ്റോജെനസിന്റെ ഒരു ട്രിഗർ ആണെങ്കിലും അതിന്റെ യഥാർത്ഥ ഹോർമോണുകളായിട്ടുള്ള LH ഉം FSH ഉം റിലീസ് ചെയ്യപ്പെടേണ്ടത്. ആ ഹോർമോൺസ് എവിടെ നിന്ന് റിലീസ് ചെയ്യും? അത് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
നമ്മുടെ ഈ ഹോർമോൺസ് ഉണ്ടല്ലോ, അതായത് GnRH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് അവിടെ നിന്നുമാണ് LH-നെയും FSH-നെയും റിലീസ് ചെയ്യിപ്പിക്കുന്നത്. സോ GnRHന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ഏത് റിലീസ് ചെയ്യിപ്പിക്കുക? LH-നെയും FSH-നെയും റിലീസ് ചെയ്യിപ്പിക്കുക. സോ LH-ഉം FSH-ഉമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് ഹോർമോണുകൾ. LH ഹോർമോൺ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ LH ഹോർമോൺ നേരെ പോകുന്നത് നമ്മുടെ ലെയ്ഡിക് സെല്ലുകളിലേക്കാണ്. ഈ ലെയ്ഡിക് സെല്ലുകളിൽ ചെന്നിട്ട് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. സോ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഡ്രോജൻ ആണ് ടെസ്റ്റോസ്റ്ററോൺ. സോ ഇത്തരത്തിലുള്ള ആൻഡ്രോജൻ ഹോർമോണുകളെ റിലീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് LH ഹോർമോണിന്റെ ഫംഗ്ഷൻ. സോ LH ഹോർമോൺ ചെയ്യുന്നത് ആൻഡ്രോജൻ പോലുള്ള ഹോർമോൺസിനെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യിപ്പിക്കുന്നു. ഈ ആൻഡ്രോജൻ ഹോർമോൺ എന്തിനാ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പൊ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ശരീരത്തിലാകുന്ന സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടല്ലോ, അതിനെല്ലാം സെക്കൻഡറി ഗ്രോത്ത് എന്ന് വെച്ചാൽ സെക്കൻഡറി സെക്ഷൽ ആയിട്ടുള്ള ഗ്രോത്ത്, പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റ്, വോയിസ് മോഡുലേഷൻസ്, അതുപോലെ ജെനിറ്റൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് തരുന്നത് ഈ പറയുന്ന ആൻഡ്രോജൻ ഹോർമോൺ ആണ്. ഇനി രണ്ടാമത്തെ ഹോർമോൺ FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന FSH ഹോർമോണും ആൻഡ്രോജൻ ഹോർമോണും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന സെർട്ടോളി സെല്ലുകളെ ഹെൽപ്പ് ചെയ്യുകയും സ്പെർമാറ്റോജെനസിസിന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന FSH ഹോർമോൺസ് ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് നിന്നുള്ള GnRH ഹോർമോൺ, പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള LH-ഉം FSH-ഉം, യു ക്യാൻ ഓൾസോ ആഡ് വൺ മോർ, ദാറ്റ് ഈസ് ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആൻഡ്രോജൻ ഹോർമോൺ. പിന്നെ ഞാനത് എഴുതാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഹോർമോൺസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻഡ്രോജൻ ആക്ച്വലി ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്, അതായത് സെക്കൻഡറി പ്രൊഡക്ഷൻ ആണ്. LH-ഉം FSH-ഉം വിചാരിച്ചാലേ ആൻഡ്രോജന്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺസ്. നന്നായിട്ട് ഓർത്തിരിക്കുക. ഹോർമോണിൽ നിന്ന് സാധാരണ CBSEക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഭയങ്കര ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് ഹോർമോൺ സെക്ഷൻ. നന്നായിട്ട് മക്കൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ റോൾ ഓഫ് ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ ഇൻ ദ ഫീമെയിൽ reproductive tract. ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയുന്നത് പഴയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് വന്നത്. ആക്ച്വലി ഇനി നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആംപുലറി റീജിയൻ എന്നേ ചോദിക്കത്തുള്ളൂ, കാരണം പുതിയ ടെക്സ്റ്റിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സോ ആംപുലർ റീജിയൻ ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എപ്പോഴും ഓർത്തിരിക്കുക, ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ അല്ല, ആംപുലർ റീജിയൻ ആണ്. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മക്കൾ എല്ലാവരും ഓർത്തിരിക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുലറി റീജിയനിലാണ്. ആംപുലറി റീജിയനിലാണ് ആ പ്രോസസ് നടക്കുന്നത് കേട്ടോ. ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ അല്ല, ആംപുലറി റീജിയൻ ആണ്. പുതിയ അപ്ഡേഷൻ ഉണ്ട്, അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുലറി റീജിയനിൽ ആണ്. യെസ്, കറക്റ്റ് ആണ് ജസ്ലിൻ. യെസ്, സ്ക്വാഡ്. ഓക്കെ, നേഹ എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. വൈഷ്ണവി കറക്റ്റ്. യെസ്, പ്രണവേ കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. How is polyspermy checked by the zona pellucida of the ovum? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓവത്തിനകത്തേക്ക് ഒറ്റ സ്പേം മാത്രമേ എൻട്രി ചെയ്യൂ. അതാണ് മോണോസ്പെർമിക് എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. ഒറ്റ സ്പേം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എൻട്രി ചെയ്യുന്നുള്ളൂ. ഒരു സ്പേം മാത്രം എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. സോ ഒരു സ്പേം മാത്രം എൻട്രി ചെയ്യാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് ഓവം, അതിന് ചുറ്റും നമുക്കറിയാം 2 ലെയേഴ്സ് ഉണ്ട് അല്ലെ. ദ ഫസ്റ്റ് ഈസ് കോൾഡ് കൊറോണ റേഡിയേറ്റ ആൻഡ് സെക്കൻഡ് ഇസ് ദ സോണ പെല്ലൂസിഡ. ഈ സോണ പെല്ലൂസിഡ ലെയറിലേക്ക് ഒരു സ്പേം വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്പേം സെൽ വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോ അവിടെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്പേം സെൽ വന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സോണ പെല്ലൂസിഡ ലെയറിലേക്ക് അക്രോസോമൽ എൻസൈം ഒക്കെ ഉപയോഗിച്ച് അക്രോസോമൽ റിയാക്ഷൻ ഒക്കെ അവിടെ നടത്തിയിട്ടാണ് സോണ പെല്ലൂസിഡ ലെയർ തുളച്ചുകൊണ്ട് നമ്മുടെ സ്പേം സെൽ ഉള്ളിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ സോണ പെല്ലൂസിഡ ലെയറിന്റെ പെർമിബിലിറ്റി ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. അങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സ്പേം സെല്ലിന് പോലും അതിന്റെ ഉള്ളിലേക്ക് ഇനി കടന്നു കയറാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഒരു സ്പേം മാത്രമേ
എൻട്രി ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ സോണ പെല്ലൂസിയ ലെയറിന്റെ മുഴുവൻ സ്വഭാവവും മാറും. പിന്നെ ഒരൊറ്റ സ്പേം സെല്ലിന് പോലും പിന്നെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു അക്രോസോമൽ എൻസൈം വന്നാലും അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അക്രോസോമൽ റിയാക്ഷൻസ് ഒന്നും ഇനി അവിടെ നടക്കമാട്ടേ. ഓക്കെ, സോ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഇത് നമ്മുടെ കൊറോണ റേഡിയേറ്റർ ലെയറും സോണ പെല്ലൂസിയ ലെയറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഇത് എന്താ പറയാ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന സാധനം ഇതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഈ എഗ്ഗിൽ നിന്ന് റിലീസ് ചെയ്യുകയും അങ്ങനെ ഇതിന് ചുറ്റും ഒരു ആവരണം ഉണ്ടാവുകയും ചെയ്യും. സോണ പെല്ലൂസിയ ലെയർ ഭയങ്കര കട്ടിയായിട്ട് മാറും. അങ്ങനെയാണ് പിന്നെ സോണ പെല്ലൂസിയ ലെയറിന് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ എനിവേ അത്ര ഡീറ്റെയിലേക്ക് പോയില്ലെങ്കിലും സോണ പെല്ലൂസിയ ലെയറിന്റെ തിക്നെസ് മാറുമെന്നും അതിന്റെ പെർമിബിലിറ്റി ചേഞ്ച് ആകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഈ ട്വിൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ മടുത്ത കാര്യമാണ്. ഐ തിങ്ക് ഓക്കെ, സോ ട്വിൻസ് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ 2 എഗ് റിലീസ് ചെയ്യുന്ന കേസാണ്, അല്ലെങ്കിൽ ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ക്ലീവേജ് നടക്കുമ്പോൾ ആ ക്ലീവേജ് നടന്നതിന് ശേഷം ആ 2 പുതിയതായിട്ടുണ്ടാകുന്ന സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാകുകയും ആ 2 സെല്ലും 2 കുഞ്ഞായി മാറുകയും ചെയ്യുന്നതാണ്. അതൊക്കെ 2 കാര്യങ്ങളാണ്. അവിടെ 2 സ്പേം അല്ല, ഒരു സ്പേം തന്നെയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. 2 എഗ് ആണെങ്കിൽ 2 ഫെർട്ടിലൈസേഷൻ ആണല്ലോ. ഒരു ചേട്ടനും അനിയനും 2 സമയത്ത് ജനിക്കുന്നത് പോലെ തന്നെയാണത്. ഓക്കെ, അതാണ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്. ഒരു ഫെർട്ടിലൈസേഷനിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെ വേർപെട്ട് പോകുമ്പോഴാണ് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് എ ഫീമെയിൽ. ഫസ്റ്റ് വൺ ഈസ് മെനാർക്ക്, സെക്കൻഡ് ഈസ് മെനോപസ്. മെനാർക്കും മെനോപസും തമ്മിലുള്ള കേസാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. കാരണം മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. സോ ഈ മെൻസ്ട്രൽ സൈക്കിളിലെ 2 സ്റ്റേജസ് ആണ് നമ്മൾ ആക്ച്വലി മെനാർക്ക് എന്നും മെനോപസ് എന്നും പറയുന്നത്. മെനാർക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഓർ എൻട്രി ഓഫ് എ ഫീമെയിൽ ഇൻ എ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ. ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഒരു ഫീമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ആ പെൺകുട്ടി ഋതുമതിയായി എന്നൊക്കെ പറയുന്നത് പോലെ ആ പെൺകുട്ടി റീപ്രൊഡക്ഷൻ ഏജിലേക്ക് കടന്നു, ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ അവരുടെ ശരീരത്തിൽ നടന്നു തുടങ്ങി എന്നതിനെയാണ് മെനാർക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ പീരിയോഡിക്കൽ ആയിട്ട് ഈ മെൻസ്ട്രൽ സൈക്കിൾ നടന്നുകൊണ്ടേയിരിക്കും ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ. ആൻഡ് ടു ദ ഏജ് ഓഫ് 50-55 ഏജിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഇതൊരു ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പിലേക്ക് പോകുക അല്ലെ, അതൊരു ഒരു അവസാനത്തിലേക്ക് പോവുകയാണ്. സോ ആ ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ മെനോപസ് എന്ന് വിളിക്കുന്നത്. മെനോപസ് കഴിഞ്ഞാൽ ഈ സൈക്ലിക് പ്രോസസ് പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. അതാണ് ഏതിന്റെ പ്രത്യേകത? മെനോപസിന്റെ പ്രത്യേകത. സോ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ് മെനാർക്ക് ആൻഡ് ദ ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ് മെനോപസ്. ഇതാണ് ഈ 2 ടേംസ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുവരെ പറഞ്ഞതെല്ലാം വളരെ വളരെ കറക്റ്റ് അല്ലേ? യെസ്, ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്, കോൺഫിഡന്റ് ആയിട്ടിരിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി സ്പെർമാറ്റോസോവ ഡസ് 1 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പ്രൊഡ്യൂസ്? ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പെർമാറ്റോസോവയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. സ്പെർമാറ്റോസോവ എന്ന് പറയുന്നത് സെക്കൻഡറി സ്പെർമാറ്റോസോവയിലാണ് ആക്ച്വലി മിയോസിസ് 2 ഡിവിഷൻ നടക്കുന്നത്. അപ്പോ മിയോസിസ് 2 ഡിവിഷൻ നടക്കുമ്പോൾ അതിൽ നിന്നും 4 സ്പെർമാറ്റിഡുകളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, എത്ര എണ്ണം? 4 സ്പെർമാറ്റിഡുകളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഒരു സ്പെർമാറ്റോസോവയിൽ നിന്ന് സെക്കൻഡറി സ്പെർമാറ്റോസോവയിൽ നിന്നും മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ നമുക്ക് മിയോട്ടിക് ഡിവിഷൻ 1 ഉം 2 ഉണ്ട് അല്ലെ. അത് കുറച്ചൊന്ന് ഞാനൊന്ന് കറക്റ്റ് ചെയ്യാണ്. ആക്ച്വലി 2 അവിടെ കിട്ടത്തുള്ളൂ 1ൽ നിന്ന്. ഓക്കെ, ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇത് സ്പെർമാറ്റോസോവ, സോറി ഇത് സ്പെർമാറ്റോഗോണിയ. അതിൽ നിന്നാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ മിയോസിസ് 1 നടന്നിട്ടാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്.
ഓക്കെ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അതിൽ നിന്നും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇതൊരു സെൽ, ഇതാണ് സ്പെർമാറ്റോഗോണിയ. അതിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദിസ് ഇസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അതിൽ മിയോസിസ് 1 നടക്കുമ്പോൾ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നു, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അതിലാണ് മിയോസിസ് 2 നടക്കുന്നത്. അങ്ങനെയാണ് അത് മിയോസിസ് 2 നടന്നിട്ടാണ് 2 സ്പെർമാറ്റോസോവ, അതായത് നമ്മുടെ സ്പെർമാറ്റിഡുകൾ എന്ന് പറയുന്ന സെല്ലുകൾ. ഓക്കെ, സ്പെർമാറ്റിഡ്. ഈ സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നു. ഈ സ്പെർമാറ്റിഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. ഓക്കെ, സ്പെർമാറ്റിഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പേം സെല്ലുകളായിട്ട് മാറുന്നത്. അപ്പോൾ സ്പെർമാറ്റിഡുകൾ സ്പേം സെല്ലുകളായി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെർമിയോജനസിസ് പ്രോസസ്സ് വഴിയാണ് സാധാരണ ഒരു സ്പെർമാറ്റിഡ് ഒരു സ്പേം സെല്ലായി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു കറക്ഷൻ ഞാനിവിടെ നടത്തുകയാണ്. സോ ഇറ്റ് ഈസ് 2 കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ 1 സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റിൽ നിന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡറി സ്പെർമാറ്റ്, ഒരു സെക്കൻഡറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡറിയിൽ നിന്ന് 2 ഉണ്ടാവത്തുള്ളൂ. 2 സെക്കൻഡറിയിൽ നിന്നാണ് മൊത്തം 4 ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഒരു സ്പെർമാറ്റിഡിൽ നിന്ന് 1 സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റിൽ നിന്നും 2 സ്പെർമാറ്റിഡുകളും മൊത്തം 4 സ്പെർമാസൈറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം 2 സെക്കൻഡറി സ്പെർമാസൈറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് അങ്ങനെ 4 ഉണ്ടാകുന്നു. ആ 4 നിന്ന് 4 സ്പെർം സെല്ലുകൾ ഉണ്ടാകുന്നു. ആ സ്പെർമാറ്റിഡുകൾ സ്പെർം സെല്ലായി രൂപം മാറുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയോജനസിസ് എന്ന് പേരിട്ട് വിളിക്കുന്നു. സുന്ദരമായ പേര് അല്ലെ, സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്. അനിമൽ ടീ ട്രാഷ്, ഇതൊക്കെ എന്ത് പേരാണ്. യെസ്, ഓക്കെ. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്? അല്ല, അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വേർ ഇൻ സൈഗോട്ട് ഡസ് ദ ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ ഒക്കർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലീവേജ് ഡിവിഷൻ നടക്കുന്നത് എവിടെ വെച്ചെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൈഗോട്ട് ഉണ്ടാകുന്ന എവിടെയാ? ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുലറി റീജിയനിലാണ് അല്ലെ. അവിടെ വെച്ച് തന്നെയാണ് ഫസ്റ്റ് ക്ലീവേജ് നടക്കുന്നത്. ക്ലീവേജ് നടന്നിട്ട് ശേഷമാണ് അവർ മൂവ് ചെയ്ത് യൂട്രസിലേക്ക് വരുന്നത്. സോ ക്ലീവേജ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിയർ ദ ആൻസർ ഈസ് ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് തന്നെയാണ് ഏത് നടക്കുന്നത്? ഈ പറയുന്ന ക്ലീവേജ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, സോ ക്ലീവേജ് നടക്കുന്നത് എവിടെയാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അതിനുശേഷമാണ് അത് കുറെ ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അവസാനം ബ്ലാസ്റ്റോസിസ്റ്റം, എംബ്രിയോ ഒക്കെ ആയിട്ട് മാറുന്നത് പിന്നെയാണ്. ഓക്കെ, സോ ക്ലീവേജ്, ഫസ്റ്റ് ക്ലീവേജ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഒരു വലിയ സെല്ലും ചെറിയ സെല്ലും ആയിട്ടൊക്കെ അതിങ്ങനെ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഡിവിഷൻ അങ്ങനെയാണ്. ഓക്കെ, മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ചാപ്റ്റർ ആണ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആണ്. നമുക്കത് ഇനി വരുന്നുണ്ട്, ഉടനെ തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is breastfeeding recommended during the initial stages of infant growth? ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ബ്രസ്റ്റ് ഫീഡിങ്ങിന് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്നു. സോ ഇനിഷ്യൽ ഡേയ്സിൽ ലാക്ടേഷൻ കൊടുക്കുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് എന്താ പറയാ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ അമ്മയുടെ ആദ്യത്തെ മിൽക്ക് കുടിച്ച് വളർന്നവരാണ് അല്ലെ. ഫസ്റ്റ് മിൽക്ക് നമ്മൾ എന്താ വിളിക്കുന്നത്? കൊളസ്ട്രം എന്ന് വിളിക്കും അല്ലെ. ഫസ്റ്റ് മിൽക്ക് ഈസ് കോൾഡ് കൊളസ്ട്രം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ഫസ്റ്റ് മിൽക്ക് ഈസ് കോൾഡ് കൊളസ്ട്രം. ഈ യെല്ലോ മിൽക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മിൽക്കിനകത്താണ് ഇമ്മ്യൂണോഗ്ലോബിൻ, അതായത് നമ്മുടെ ആന്റിബോഡി ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ എ ഒക്കെ ഉള്ളത് ഇതിനകത്താണ്. സോ IgA, ഇമ്മ്യൂണോഗ്ലോബിൻ എ. സോ ഇമ്മ്യൂണോഗ്ലോബിൻ എയുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നെയ്സൽ ആൻഡ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് തടയാൻ ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ആന്റിബോഡിയാണ്. സോ ഈ ആന്റിബോഡി നമുക്ക് കിട്ടുന്ന ഒരു പാസീവ് ഫോം ഓഫ് ഇമ്മ്യൂണൈസേഷൻ ആണിത്. ഈ പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സോഴ്സ് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ മദേഴ്സ് ഫസ്റ്റ് മിൽക്ക്, ആ ഇനിഷ്യൽ ഡേയ്സിലുള്ള നമ്മുടെ ഈ ലാക്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അവർ ഇമ്മ്യൂണിറ്റി. യെസ്, അതുകൊണ്ടാണ് അത് കുഞ്ഞിന് നിർബന്ധമായും കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. What are the different stages of the follicular phase of the menstrual cycle taking place in ovary and uterus? നമുക്കറിയാം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസ്, അത് കഴിഞ്ഞ് ഫോളിക്കുലർ ഫേസ്, അത് കഴിഞ്ഞിട്ടാണ് ഓവുലേഷൻ, ദെൻ ലൂട്ടിയൽ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഫോളിക്കുലർ. ഫസ്റ്റ് സ്റ്റേജ് മെൻസ്ട്രൽ ഫേസ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഫോളിക്കുലർ ഫേസ്. അപ്പൊ ഈ ഫോളിക്കുലർ ഫേസിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഫോളിക്കുലർ ഫേസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഓവം
ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട്, അതായത് സാധാരണ പ്രൈമറി ഫോളിക്കിള് ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് രൂപം മാറുന്നത്, മെച്ചുവർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് രൂപം മാറുന്നത് ഈ പറയുന്ന ഫോളിക്കുലർ ഫേസിൽ വെച്ചിട്ടാണ്. ഈ ഒരു ഫേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് രണ്ട് ഹോർമോൺസ്, ദാറ്റ് ഈസ് LH ആൻഡ് FSH, ഈ രണ്ട് ഹോർമോൺസിന്റെ അളവ് കൂടി വരുന്നതായിട്ട് കാണാം. ഓൺ 14th ഡേ ഇതിന്റെ അളവ് മാക്സിമത്തിലേക്ക് എത്തുകയും ചെയ്യും അല്ലെ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഹോർമോൺസ് ഏതൊക്കെയാ? LH-ഉം FSH-ഉം, LH-ഉം FSH-ഉം, ഈ രണ്ട് ഹോർമോൺസിന്റെയും അളവ് കൂടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഏതിനുണ്ട്? ഈ പറയുന്ന ഫോളിക്കുലർ ഫേസിലുണ്ട്. അപ്പോൾ ഫോളിക്കുലർ ഫേസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഹോർമോൺസ്, അതായത് FSH-ഉം LH-ഉം. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിന്റെ അളവ് കൂടുന്നത് ഈ പറയുന്ന ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ആൻഡ് ആ ഫോളിക്കുലർ ഫേസിന് ഏറ്റവും അവസാനം എത്തുമ്പോഴാണ് ഈ ഹോർമോൺസിന്റെ അളവ് അത്യുന്നതിയിൽ എത്തുന്നത് അല്ലെ, ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LH ഹോർമോണിന്റെ അളവ് ഏറ്റവും കൂടുന്നതിനെയാണ് LH സർജ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ഓവുലേഷൻ. അങ്ങനെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുകയും ഓവുലേഷൻ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഫോളിക്കുലർ ഫേസ്. അപ്പോൾ അത് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ദിവസത്തിലേക്ക് പോട്ടെ. ഇവിടെ ആരും ചോദിക്കുന്നു പ്രൊജസ്റ്ററോൺ ആണോ പ്രൊജസ്റ്ററോജൻ ആണോ? പ്രൊജസ്റ്ററോൺ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഡെപിക്റ്റിംഗ് oogenesis. നമ്മൾ നേരത്തെ സ്പെർമാറ്റോജെനസിസ് ആണ് വരച്ചത്, ഇപ്പോൾ oogenesis ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ oogenesisൽ നമുക്കറിയാം എല്ലാം ആദ്യം ഉണ്ടാകുന്ന ഒരു അമ്മ സെല്ലിൽ നിന്നാണ്. അമ്മ സെല്ലിന്റെ പേരാണ് oogonia. അപ്പൊ അമ്മമാരെല്ലാം എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 2n. ഓക്കെ, ദെൻ അതില് മൈറ്റോസിസ് നടന്നിട്ടാണ് പ്രൈമറി oocyte ഉണ്ടാകുന്നത്. അപ്പൊ അതും 2n തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പ്രൈമറി oocyteൽ നിന്നാണ് സെക്കൻഡറി oocyte ഉണ്ടാകുന്നത്. ദാറ്റ് വിൽ ബി ഹാപ്ലോയിഡ് 1. അത് കഴിഞ്ഞിട്ട് ഓവം ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഹാപ്ലോയിഡ് 1. ഓക്കെ, പക്ഷെ ഇത്ര പറഞ്ഞതുപോലെ ഈസി അല്ല പ്രോസസ്. നമുക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ വെച്ചിട്ടാണ്? ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇറ്റ് ഈസ് ഫ്രം ദി എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലാണ് ഏത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫീറ്റൽ ലൈഫ് അവിടെ കൊടുത്തിരിക്കുന്നത് എംബ്രിയോണിക് സ്റ്റേജ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് oogonia പ്രൈമറി oocyte ആയിട്ട് മാറുകയും എന്നിട്ട് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അതിൽ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യപ്പെടും, അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. ആ സ്റ്റോപ്പ് ചെയ്തതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് ഈ പെൺകുട്ടി വളർന്ന് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. ആ ടൈമിലാണ് അത് ഫസ്റ്റ് പോളാർ ബോഡിയും പിന്നെ ഒരു സെക്കൻഡറി oocyte പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോളാർ ബോഡി അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കുട്ടി മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിനു ശേഷമാണ്. അങ്ങനെയാണ് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാകുന്നത്. ഈ സെക്കൻഡറി oocyteനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് ഫെലോപ്പിയൻ ട്യൂബിൽ വന്നിരിക്കുന്നത്. ആ ഫെലോപ്പിയൻ ട്യൂബിൽ വന്നിരുന്നിട്ട് സ്പേമിനെ കാത്താണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ. ആ സ്പേം സെൽ വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്ന ടൈമിലാണ്, അല്ലെങ്കിൽ ആ സ്പേം സെൽ എൻറ്റർ ചെയ്താൽ മാത്രമേ ഈ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും അത് സെക്കൻഡ് പോളാർ ബോഡിയും അതോടൊപ്പം ഓവവുമായിട്ട് മാറുകയും ചെയ്തുള്ളൂ. അതായത് ഈ ഡിവിഷൻ സെക്കൻഡറി oocyte ഒരു ഓവമായിട്ട് മാറണമെങ്കിൽ ആര് വിചാരിക്കണം? സ്പേം സെൽ വിചാരിക്കണം. അപ്പോൾ ഒരു സ്പേം സെൽ വിചാരിച്ചാൽ മാത്രമേ സെക്കൻഡറി oocyte എന്തായിട്ട് മാറൂ? ഓവമായിട്ട് മാറൂ. അപ്പോൾ മാത്രമേ സെക്കൻഡ് പോളാർ ബോഡി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. സോ ഈ പറഞ്ഞതിനകത്ത് ഇതുവരെയുള്ള ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മുഴുവൻ നമ്മളെ ഫീറ്റൽ ലൈഫ്, അതായത് കുട്ടിക്കാലത്തും അതിനുശേഷമുള്ളതാണ് പ്യൂബർട്ടി പീരീഡിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇത് വളരെ നമുക്കറിയാം നമ്മുടെ oogenesisന്റെ തന്നെ വലിയൊരു പ്രത്യേകതയാണ്. അതൊരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അല്ല നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ഇട്ട് ഒന്ന് വിശ്രമിച്ച് അങ്ങനെയാണ് അത് പോകുന്നത് അല്ലെ. ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല, അതൊരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്നാൽ സ്പെർമാറ്റോജെനസിസോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ പറയുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ സ്പെർമാറ്റോജെനസിസും oogenesisഉം നിങ്ങൾ കൃത്യമായി വരച്ച് തന്നെ പഠിക്കണം. കാരണം യു ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ് ഇൻ എ ഫ്ലോ ചാർട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വരച്ച് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് oogenesisഉം സ്പെർമാറ്റോജെനസിസും ടെക്സ്റ്റിലുള്ള ഫിഗർ, ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് ആ ഡിവിഷൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് വരച്ച് വെച്ചേക്കണം കേട്ടോ. യെസ് ടോമി. ഓക്കെ, സോ അത് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ നമുക്ക്? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിഫൈൻ പാർച്ചുറേഷൻ.
എന്താണ് പാർച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാർച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡെലിവറി ഓഫ് എ ബേബി. ഒരു കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് ജന്മം നൽകുന്നതിനെയാണ്, പ്രസവിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാർച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. പാർച്ചുറേഷൻ ഈസ് ദി ആക്ട് ഓഫ് ഡെലിവറി ഓഫ് എ ബേബി. ഓക്കെ, ഒരു കുഞ്ഞിനെ പുറത്തേക്ക് ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പാർച്ചുറേഷൻ തന്നെ 3 സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, ഡയലേഷൻ, എക്സ്പെൽഷൻ ആൻഡ് പ്ലാസന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് നീഡഡ്. അത് നമുക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അത്യാവശ്യമില്ല. ജസ്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചത്, വാട്ട് ഈസ് പാർച്ചുറേഷൻ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. ഓക്കെ, യെസ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സെക്കൻഡറി oocyteലാണോ നടക്കുന്നതെന്ന് വൈഷ്ണവി ചോദിക്കുന്നുണ്ട്. സെക്കൻഡറി oocyteലല്ല മക്കളെ. അതായത് ഇതാണ് ഓവം എന്നുണ്ടെങ്കിൽ ഇതിനകത്താണല്ലോ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ദിസ് ഇസ് ന്യൂക്ലിയസ്. അപ്പൊ നമ്മുടെ സ്പേം സെൽ ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ പ്രോസസ് നടക്കും. മനസ്സിലായി? ഇത് ഡിവൈഡ് ചെയ്യും. ഇത് ഓവമായിട്ടും അതുപോലെ ഇതൊരു സെക്കൻഡ് പോളാർ ബോഡി ആയിട്ട് മാറും. ഇതിലേക്ക് തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഓവത്തിൽ തന്നെയാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഓവത്തിൽ തന്നെയാണ്. സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകുന്നതും ഓവം ഉണ്ടാകുന്ന എല്ലാം പട്ടപ്പട്ടയെന്നാണ്, ടപ്പെന്നാണ്. ഇത് ഉണ്ടായി കഴിയുന്നത് സ്പേം സെൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. അതായത് ഓവം ഉണ്ടായി കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനും നടക്കും. കാരണം ഓവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്പേം സെൽ എത്തണം. അപ്പൊ സ്പേം സെൽ എത്തിക്കഴിഞ്ഞാൽ ഓവം ഉണ്ടാകും. ഓവം ഉണ്ടായി കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കും. അതർവൈസ് ഇത് സെക്കൻഡറി oocyte ആയിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സ്പേം വന്നില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് സെക്കൻഡറി oocyte എന്ത് ചെയ്യും? നശിച്ചു പോവുക, ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് ഡിഫൈൻ ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഒരു മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും അല്ലെങ്കിൽ സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് എ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഓർ ഓവം ആൻഡ് സ്പേം. ഒരു ഓവവും സ്പേമും തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ അല്ലെ ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി എന്നൊക്കെ വിളിക്കുക അല്ലെ. ബോട്ടണിയിൽ നമ്മൾ സിംഗമി എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഇതെവിടെയാണ് നടക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബിനകത്തുള്ള ആംബുലർ റീജിയനിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain in detail the various developmental stages of the zygote until implantation with a suitable diagram. ഇവിടെ ഒരു കുട്ടി നേരത്തെ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ അപ്പ ആൻസർ ചെയ്യാത്തത്. ഇവിടെ ഞാനത് പറയാം. അപ്പൊ എങ്ങനെയാണ് സൈഗോട്ടിൽ നിന്ന് അത് ഇംപ്ലാന്റേഷൻ സ്റ്റേജിൽ വരെ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സൈഗോട്ടിൽ ഡിവിഷൻസ് നടക്കും. ഡിവിഷൻ നടക്കുമ്പോൾ അത് 2 സെൽഡ് 3 സെൽഡ് അല്ല 4 സെൽഡ് 8 സെൽഡ് സ്റ്റേജിലേക്ക് മാറും. അപ്പോഴാണ് നമ്മൾ അതിനെ ബ്ലാസ്റ്റോമിയസ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ 8 to 32 16 സെൽഡ് സ്റ്റേജ് വരുമ്പോൾ മോറുല എന്ന് വിളിക്കുന്നു. അതിൽ നിന്നാണ് പിന്നീട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് മാറുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ പ്രത്യേകത എന്താ? ബ്ലാസ്റ്റോസിസ്റ്റിലാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ട്രോഫോബ്ലാസ്റ്റും പിന്നെ ഒരു ഇന്നർ സെൽ മാസും ഉള്ളത്. ഇന്നർ സെൽ മാസ്. ഓക്കെ, ഈ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് അത് ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇംപ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് അതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് ഓവുലേഷൻ എന്ന് വെച്ചാൽ റിലീസ് ഓഫ് സെക്കൻഡറി oocyte ആണോ എന്ന്. എന്റെ ഭഗവാനെ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ എൻഡിലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായത്. വർഷാവസാനം ആവാറായി. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ആയല്ലോ. കറക്റ്റ് ആണ്, സെക്കൻഡറി oocyteനെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു സ്പേം എൻ്റർ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തില്ല? ഓവം ഇല്ല. കാരണം ഓവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്പേം സെൽ എൻ്റർ ചെയ്യണം. അതുവരെയും നിങ്ങളുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി oocyte മാത്രം ആണ്. ഓക്കെ, ഇത് പല കുട്ടികൾക്കും അറിഞ്ഞൂടായിരിക്കാം. എന്നാലും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി റിലീസ് ചെയ്യുന്നത് ഓവത്തിനെയല്ല, സെക്കൻഡറി oocyteനെയാണ്. നമ്മൾ ഓവം എന്ന് പറഞ്ഞ് പഠിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഓവം ഉണ്ടാകുന്നില്ല. ഓവം ഉണ്ടാകണമെങ്കിൽ സ്പേം സെൽ എൻ്റർ ചെയ്ത് അതിന്റെ ലാസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കൂടി കംപ്ലീറ്റ് ചെയ്താലേ സെക്കൻഡ് പോളാർ ബോഡിയോടൊപ്പം ആക്ട്രസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആ നായികയായിട്ടുള്ള ഓവം റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഓവം റിലീസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി ബൈ ദി എൻട്രി ഓഫ് സ്പേം സെൽ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ കഥയിൽ ഉണ്ടാവുന്നാലും പ്രതീക്ഷിച്ചില്ല അല്ലെ. കുറെ പേർക്കൊക്കെ അത് ന്യൂ അറിവാണെന്ന് അറിഞ്ഞതിൽ വലിയ കാര്യമായി. ഓക്കെ, ശരി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളിപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് എ സൈഗോട്ട്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് സെക്കൻഡറി oocyte അല്ലേ ഓവം എന്ന് ചോദിക്കുന്നു. അല്ല, സെക്കൻഡറി oocyteൽ നിന്നുണ്ടാകുന്നതാണ് ഓവം. ഓക്കെ, ഇനിയും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കേട്ടോ. കൂടുതൽ ചിന്തിച്ചാൽ കൂടുതൽ ഡൗട്ടിലേക്ക് പോകും. സോ ബി ഓൺ ദി ഫാക്ട്. എന്താണോ പറഞ്ഞത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക.
സൈഗോട്ടിൽ നിന്ന് മോറുല, then blastocyst and then the embryo. അങ്ങനെയാണ് അത് പോകുന്നത്. ക്ലിയർ ആയോ മക്കളെ? സോ ഇത് നന്നായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. With the help of a neat labeled diagram of the female reproductive system, depict the following sites. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ഫിഗർ തന്നിട്ട് ആ ഫിഗറിനെ നമ്മൾ എന്താ പറയാ, ഫിഗറിൽ അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്, ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇവിടെ ലേബൽ ചെയ്യാൻ പറയുന്ന ചില സൈറ്റുകളെയാണ്. ഒന്നാമത്തെ ഏതാ? പ്രൊഡക്ഷൻ ഓഫ് ഗാമേറ്റ്. ഗാമേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാ? ഓവറിയിലാണ്. സോ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ഓവറി ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ലേബൽ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഓഫ് ഗാമേറ്റ്സ് ഓവറി ആയിരിക്കും. സെക്കൻഡ്, സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് ദി ആംബുലറി റീജിയൻ. സോ ദാറ്റ് ഈസ് ദി സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ. എവിടെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്? യൂട്രസിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. സോ യൂട്രസ് ആണ് സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ. അടുത്ത ബർത്ത് കനാൽ. ബർത്ത് കനാൽ എന്ന് പറയുമ്പോൾ ഇത് സെർവിക്സ്, ഇത് വജൈന. സോ ദീസ് ആർ ടുഗദർ കോൾഡ് ബർത്ത് കനാൽ. സോ സെർവിക്സ് പ്ലസ് വജൈനയാണ് നമ്മൾ ബർത്ത് കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. യെസ് ആഷിക്ക് 8:30 തീർക്കാം കേട്ടോ. യെസ്, ക്ലിയർ ആയോ ഇത്? സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ എന്ത് ചെയ്തു? അടയാളപ്പെടുത്തുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Our government has intentionally imposed strict conditions for MTP in our country. Justify giving a reason. MTP എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക്. MTP എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് നമ്മൾ ഒരു ചൈൽഡിനെ ഒരു 3 months ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡിൽ തന്നെ അതിനെ ഇൻഡ്യൂസ്ഡ് അബോർഷനിലേക്ക് നമ്മൾ ചെയ്യുന്നതിനെയാണ് MTP എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ കണ്ടീഷൻസ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ കൊല്ലുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ അതിനെ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് വിളിക്കും. അതിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതിനെ ലീഗലൈസ് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിനെ മാറ്റിയത്. കുറെ കണ്ടീഷൻസ് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 1971 MTP ലീഗലൈസ് ചെയ്തത്. അത് ഫീമെയിൽ ഫീറ്റിസൈഡ് തടയുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എയിംഡ് ടു സ്റ്റോപ്പ് ഫീമെയിൽ ഫീറ്റിസൈഡ് ഓർ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ് ആണ് 1971 ഇത് ലീഗലൈസ് ചെയ്തെന്നുള്ള പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നെയിം ആൻഡ് IUD ദാറ്റ് യു കുഡ് റെക്കമെൻഡ് ടു പ്രൊമോട്ട് ദ സെർവിക്സ് ഹോസ്റ്റിലിറ്റി ടു സ്പെംസ്. മക്കളെ, നമ്മൾ ഈ പോയിന്റ് എവിടെയാണ് പഠിക്കുന്നത്? Cervix becomes hostile to sperm എന്ന് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്. അതുപോലെ endometrium becomes unsuitable for implantation. ഈ 4 അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. implantation. Okay, so cervix becomes hostile to sperm and endometrium becomes unsuitable for implantation. ഈ 2 പോയിന്റ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇത് എവിടെ ഹോർമോൺസ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന പോയിന്റ്സ് ആണ്. എവിടെയൊക്കെ ഹോർമോൺസ് ഉണ്ടോ ആ ഹോർമോണുകളുടെ ആക്ഷൻ. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രൊജസ്റ്ററോൺ അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രോജൻ മിക്സ്ചർ. സോ ഈ ഒരു മിക്സ്ചർ, ഈ ഹോർമോൺസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻസ് ആണ് ഈ 2 പോയിന്റ്. ഒന്ന് cervix becomes hostile to sperm, രണ്ടാമത്തെ endometrium becomes unsuitable for implantation. എവിടെയൊക്കെയാണ് നമ്മൾ ഹോർമോൺസ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഹോർമോൺ റിലീസിങ് IUD-കളിൽ LNG, പ്രൊജസ്റ്റാസേർട്ട് പോലെയുള്ള LNG-20, പ്രൊജസ്റ്റാസേർട്ട് പോലെയുള്ള ഹോർമോൺ റിലീസിങ് IUD. രണ്ടാമത്തെ ഇംപ്ലാന്റുകളിൽ, നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ വെക്കുന്ന ഇംപ്ലാന്റുകളിലും ഹോർമോൺസ് ആണ്. മൂന്നാമത്തെ നമ്മൾ പിൽസിനകത്ത്, നമ്മൾ ഓറൽ പിൽസ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഗുളികകളിലും ഈ പറയുന്ന ഹോർമോൺസ് ആണ്. നാലാമത് ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നതിനകത്തും ഈ ഹോർമോണുകളാണ്. അപ്പൊ ഈ 4ഇടത്തും ഹോർമോൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 4ഇടത്തും നിങ്ങൾക്ക് എഴുതാവുന്ന 2 പോയിന്റുകളാണിത്. ഒന്ന് സെർവിക്സ് ബിക്കംസ് ഹോസ്റ്റൈൽ ടു സ്പെർം, രണ്ടാമത് എൻഡോമെട്രിയം ബിക്കംസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഈ 2 പോയിന്റുകൾ എവിടെയൊക്കെ ഹോർമോൺസ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് IUD-യിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും എന്നാണ്. ഈ പറയുന്ന ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് IUD നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. IUD എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണമേ വരൂ, ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUD-ക്ക് നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? LNG-20 പഠിക്കുന്നുണ്ട്, പ്രൊജസ്റ്റാസേർട്ടും പഠിക്കുന്നുണ്ട്. സോ ഈ 2 മാത്രമേ നമ്മൾ IUD-യിൽ ഹോർമോൺ റിലീസിങ് IUD എന്ന് പറഞ്ഞ് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടത്തെ ആൻസർ
ഇതാണ്. ഇവിടെ IUD എന്നില്ല, പകരം കോൺട്രാസെപ്റ്റീവ് എന്നായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ഹോർമോൺ റിലീസിങ് IUD, ഇംപ്ലാന്റ്സ് എഴുതാമായിരുന്നു, പിൽസ് എഴുതാമായിരുന്നു, അവിടെ ഇഞ്ചക്ഷൻസ് എഴുതാമായിരുന്നു. സോ ഐ തിങ്ക് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് രണ്ടും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹോർമോൺസ് എവിടെയൊക്കെ വരുന്നു, ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെയൊക്കെ എഴുതാവുന്നതാണ്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്റ്റേറ്റ് വൺ റീസൺ വൈ ബ്രസ്റ്റ് ഫീഡിംഗ് ദ ബേബി ആക്ട്സ് ആസ് എ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ മദർ. നമുക്കറിയാം നമ്മുടെ നാച്ചുറൽ മെത്തേഡ്, കോൺട്രാസെപ്റ്റീവിന് നാച്ചുറൽ മെത്തേഡിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാ? ഒന്ന് ലാക്ടേഷണൽ അമ്നൂറിയ, രണ്ടാമത്തത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, മൂന്നാമത്തത് കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഈ മൂന്ന് മെത്തേഡുകളാണ് നമ്മൾ നാച്ചുറൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ലാക്ടേഷണൽ അമ്നൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സ്ത്രീ വീണ്ടും റിസീവ് ചെയ്യാനുള്ള, വീണ്ടും കൺസീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ പറയും. അതെന്തുകൊണ്ട് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. അത്തരം സ്ത്രീകളുടെ ശരീരത്തിൽ പ്രോലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. That is the reason why there is no menstrual cycle. അവിടെ മെൻസ്ട്രൽ സൈക്കിൾ നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. മെൻസ്ട്രൽ സൈക്കിൾ നടന്നാലല്ലേ ഓവത്തിന് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവം റിലീസും അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ലാക്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയാലോ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ? ഇതാ പിടിക്കും. മെൻഷൻ വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ആംനിയോസെന്റസിസ്. ആംനിയോസെന്റസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പോസിറ്റീവും അതുപോലെ നെഗറ്റീവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ആംനിയോസെന്റസിസ്? അമ്മയുടെ ശരീരത്തിലുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നും കുഞ്ഞിന്റെ എന്താ പറയാ ക്രോമസോമൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനെയാണ് ആംനിയോസെന്റസിസ് എന്ന് വിളിക്കുന്നത്. ഈ ആംനിയോസെന്റസിസ് വഴി ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുഞ്ഞിന് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ജനറ്റിക്കൽ ഡിസീസസ് ഉണ്ടോ, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കൽ ഡിസീസസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതൊരു പോസിറ്റീവ് അല്ലേ? പക്ഷെ അതിന്റെ നെഗറ്റീവ് എന്താ? ഇതേ സാധനം ഉപയോഗിച്ച് പലരും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യും. പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയും. ജനിക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന്റെ സെക്സ് ഏതാണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് പിന്നീട് ഫീമെയിൽ ഫീറ്റസൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഗുണവുമുണ്ട് ദോഷവുമുള്ള ഒരു പ്രോസസ്സാണ് ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Why is tubectomy considered a contraceptive method? എന്തുകൊണ്ടാണ് ട്യൂബക്ടമിയെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം ബാക്കിയുള്ളത് പോലെയല്ല, ഇതൊരു കംപ്ലീറ്റ് സർജറി മെത്തേഡ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബിനെ നമ്മൾ കട്ട് ചെയ്ത് എന്താ പറയുന്നത്, നമ്മൾ അതിനെ ടൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മുറിക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ. അപ്പോൾ അതിനെ മുറിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓവത്തിന്റെ അടുത്തേക്ക് സ്പേം സെൽ എത്തത്തില്ല. അപ്പൊ സ്പേം സെല്ലും ഓവും ഒരു കാരണവശാലും മീറ്റ് ചെയ്യില്ല. അത് തന്നെയല്ലേ നമ്മളൊരു കോൺട്രാസെപ്റ്റീവിന്റെ ഒരു ലക്ഷ്യം. കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നതും അത് തന്നെ വേണ്ടിയിട്ടല്ലേ. ഒരു കാരണവശാലും സ്പേമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യുകയോ അതുവഴി കുഞ്ഞുണ്ടാകാനോ പാടില്ല എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ അതിവിടെ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ട്യൂബക്ടമിയെ നമ്മളൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഫെർട്ടിലൈസേഷൻ നടക്കുകയോ കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാധ്യതയും ട്യൂബക്ടമി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അതിന് ടെർമിനൽ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു ഒറ്റകൈ പ്രയോഗമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ? വാസെക്ടമി അല്ലെ. വാസെക്ടമി മക്കളെ, വാസെക്ടമിയിൽ ഏതിനെയാ കട്ട് ചെയ്യുന്നത്? ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യുന്നത്. അതേപോലെ വാസെക്ടമിയിൽ ഏതിനെയാ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്? യെസ്, വാസ് ഡിഫറൻസിനെ അല്ലെ. വാസ് ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Mention the problems that are taken care of by our reproduction and child health care programs. RCH program എന്ന് പറയും അല്ലേ. RCH program, reproduction and child health care program. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ട്യൂബക്ടമി നടന്ന മെൻസ്ട്രൽ സൈക്കിൾ നടക്കൂല എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ നടക്കും, പക്ഷെ ഓവും സ്പേം തമ്മിൽ മീറ്റ് ചെയ്യില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പൊ RCH പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് വഴി ആൾക്കാർക്ക് അവയർനെസ് പ്രോഗ്രാമാണ്. ഒന്ന്, ആൾക്കാർക്ക് ഈ എന്താ പറയാ കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചും അതുപോലെ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് വേണ്ട കെയർ എന്തൊക്കെയാണെന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവയർനെസ്സിലൂടെ നൽകുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം RCH പ്രോഗ്രാമിന്റെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത്
നമ്മുടെ ഈ അങ്കണവാടിയിലൊക്കെ നടക്കുന്ന പ്രോസസ്സ്. അതായത് ഈ പറയുന്ന പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിക്ക് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുക്കുക, ജനിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള അങ്കണവാടികളിൽ നടത്തുന്ന പ്രോസസ്സുകളുണ്ട്. ഇതൊക്കെ RCH പ്രോഗ്രാമിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവയർനെസ്സും ഒപ്പം ഒരു ഡയറ്ററി ഹെൽപ്പും കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന RCH പ്രോഗ്രാം വഴി നമ്മൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. What is amniocentesis? How it is misused? Why there is a statutory ban on amniocentesis? Why is this technique so named? What is amniocentesis? Why has the government imposed a statutory ban in spite of its importance in medical field? Appo ഒരു ചോദ്യം തന്നെ പല രീതിയിൽ വന്നിരിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആംനിയോസിന്തസിസ് എന്താണ്, അതിനെ നമ്മൾ ബാൻ ചെയ്യാനുള്ള കാരണം എന്താണ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. ആംനിയോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, അത് ആ കുഞ്ഞ് കുളിച്ച് കിടക്കുന്ന ആ ഫ്ലൂയിഡ് ആണ് അല്ലെ. ആ ഫ്ലൂയിഡ് ഉണ്ടാകുന്ന ആക്ച്വലി കുഞ്ഞിന്റെ തന്നെ ശരീരത്തിൽ നിന്നായതുകൊണ്ടാണ് ആ ഫ്ലൂയിഡിന് കുഞ്ഞിന്റെ ക്രോമസോമൽ പാറ്റേൺ വന്നത്. അപ്പോൾ ആ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് നമ്മൾ കുഞ്ഞിന്റെ ക്രോമസോമൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ആംനിയോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. അത് സെക്സ് ഡിറ്റർമിൻ ചെയ്യാനും കുഞ്ഞിനെ ഫീമെയിൽ ഫീറ്റസ് ആയിട്ട് ചെയ്യാനും കാരണമാകുന്നത് കൊണ്ടാണ് അതിനെ ബാൻ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ഞാൻ അത് കൂടുതൽ പറയുന്നത് കാരണം ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What do oral pills contain and how do they act as effective contraceptives? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനകത്തുള്ളതും ഈ പറയുന്ന ഹോർമോൺസ് ആണ്, അതായത് പ്രൊജസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ മിക്സ്ചർ. സോ ഈ പറയുന്ന ഹോർമോൺസ് ആണ് നമ്മൾ ഇതിനകത്തുള്ളത്. ഈ പറയുന്ന ഹോർമോൺസ് പ്രധാനമായിട്ടും 2 ആക്ഷൻസ് ആണ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഞാൻ എഴുതി പറഞ്ഞതാണ്. ഒന്ന്, endometrium becomes unsuitable for implantation and cervix becomes hostile to sperm. ഓൾസോ ഇത് ഓവല്യൂഷൻ ഇൻഹിബിറ്റ് ചെയ്യാനും ഇംപ്ലാന്റേഷൻ തടയാനും ഒക്കെ സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു പോയിന്റ്സ് ഞാൻ പറഞ്ഞ 2 പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ എഴുതി പറഞ്ഞത് 2 പോയിന്റ്സ് അത് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വേണം നിങ്ങൾക്ക് ഇൻഹിബിറ്റിംഗ് ഓവല്യൂഷനൊക്കെ എഴുതേണ്ട. കാരണം ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആ 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ അതുണ്ടായിരുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണ് മക്കളെ? ആ 2 പോയിന്റ്സ്, ഒന്ന് സെർവിക്സ് ബിക്കംസ് അൺസ്യൂട്ടബിൾ ഫോർ എൻഡോമെട്രിയം ബിക്കംസ് അൺസ്യൂട്ടബിൾ ഫോർ implantation and cervix becomes hostile to sperm. Okay, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Why is CUT considered a good contraceptive device to space children? CUT, കോപ്പർ ടി എന്ന് പറയും അല്ലെ. സോ കോപ്പർ ടി എന്ന് പറയുന്നത് IUD-കളിൽ കോപ്പർ റിലീസിങ് IUD-യിൽ വരുന്നതാണ്. അപ്പൊ ഈ കോപ്പർ റിലീസിങ് IUD-യിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കോപ്പർ ടി. അപ്പൊ ഈ കോപ്പർ ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്യാപ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ് ചിൽഡ്രൻ ഒരു കുഞ്ഞ് കഴിഞ്ഞ് അടുത്തൊരു 4-5 വർഷം കഴിഞ്ഞ് മതി അടുത്ത കുട്ടി എന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത കുട്ടി മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് IUD. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് കോപ്പർ ടി. കാരണം കോപ്പർ ടി വരുമ്പോഴത്തേക്കും IUD ആയതുകൊണ്ട് തന്നെ അത് സ്പേം സെല്ലിന്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതൊരു കാരണം. ഇനി ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ്, ഈ കോപ്പർ അയോൺസ് എന്താ ചെയ്യുന്നത്? സ്പേമിന്റെ മോട്ടിലിറ്റി ഇല്ലാതാക്കി കളയും, അതുപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും ഇല്ലാതാക്കി കളയും. അപ്പോൾ ചലനശേഷിയും ഇല്ലാതാക്കും, അത് ഫെർട്ടിലൈസിനുള്ള കഴിവും ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ സ്പേം സെൽ എങ്ങനെയാണ് പോയി ഫെർട്ടിലൈസ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻ കോപ്പർ അയോൺസിന് ചെയ്തു തരാൻ സാധിക്കും. അതുകൊണ്ടാണ് കോപ്പർ ടി ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓഫ് കോഴ്സ് ഇത് ഫാഗോസൈറ്റോസ് സ്പേം സെൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാരണം ഏത് IUD എടുത്താലും ഇതിന് ഈ ഒരു ആക്ഷൻ ഉണ്ട്. കോപ്പർ ടിയുടെ എക്സ്ട്രാ ആക്ഷൻ ആണ് ഇതിൽ നിന്ന് കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുന്നു എന്നുള്ളതും ഈ കോപ്പർ അയോൺസ് ഈ പറയുന്ന സ്പേം സെല്ലിന്റെ മോട്ടിലിറ്റിയും അതിന്റെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറയ്ക്കുന്നു എന്നുള്ളതും അതിന്റെ ഒരു എക്സ്ട്രാ ആക്ഷൻ ആണ്. കോപ്പർ അയോൺസിന്റെ ഒരു എക്സ്ട്രാ ആക്ഷൻ ആണത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെയിം ആൻഡ് ഓറൽ പിൽ യൂസ്ഡ് ആസ് എ സെക്കൻഡ് contraceptive by human females. Explain how does it prevent pregnancy? അതുപോലെ തന്നെ അതിന്റെ തന്നെ ആൻസർ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, why is Saheli a well accepted contraceptive pill? അപ്പോൾ ഇവിടെ സഹേലി നമുക്കറിയാം CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, അവിടെ നിന്ന് റിലീസ് ചെയ്ത ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവിന്റെ പേരാണ് സഹേലി. അപ്പൊ സഹേലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇതൊരു നോൺ സ്റ്റീറോയിഡൽ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് സ്റ്റീറോയിഡ് കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ വൺസ് ഇൻ എ വീക്ക് കഴിച്ചാൽ മതി, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിച്ചാൽ മതി എന്നുള്ളത് ഇതിന്റെ വേറൊരു വലിയ പ്രത്യേകതയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് സഹേലി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടില് ഭയങ്കരമായിട്ട് പ്രശസ്തമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സൈഡ് ഇഫക്ട്സും ഇതിന് വളരെ കുറവാണ് എന്നുള്ളത് മറ്റൊരു ഇതിന്റെ വലിയൊരു ഗുഡ് എന്താ പറയാ മെറിറ്റ് ആണ് അല്ലെ.
അപ്പൊ അതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു സാധനമാണ് സഹേലി. CDRIയിൽ നിന്ന് റിലീസ് ചെയ്തൊരു ഫീമെയിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ് സഹേലി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലാക്ടേഷണൽ അമ്നൂറിയ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. ഓൾറെഡി പറഞ്ഞു ലാക്ടേഷണൽ അമ്നൂറിയ എന്താണെന്നുള്ളത്, അതിനി വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം അത് ലാക്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. List any 4 characteristics of an ideal contraceptive. Name 2 intrauterine contraceptive devices that affect the motility of sperms. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് പ്രഗ്നൻസി തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെയാണ് കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ കോൺട്രാസെപ്റ്റീവ്സിനായിട്ടുള്ള ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അതായത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള പറയില്ലേ. ഒരു കോൺട്രാസെപ്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് വേണം എന്ന് പറയില്ലേ. സോ അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു കോൺട്രാസെപ്റ്റീവിന് വേണ്ടത് എന്നാണ് ചോദ്യം. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആണെങ്കിൽ ഉണ്ടല്ലോ, അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അത് ഇഫക്റ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കുഞ്ഞുണ്ടാവാതിരിക്കാനല്ലേ. അപ്പൊ കുഞ്ഞുണ്ടാവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ്. അടുത്ത, ഇത് റിവേഴ്സിബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടാവാൻ പാടില്ല, ഉപയോഗിക്കാതിരിക്കുമ്പോഴോ കുഞ്ഞുണ്ടാകുകയും വേണം അല്ലെ. അല്ലാതെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞേ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരെങ്കിലും അത് ഉപയോഗിക്കും? ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ. അടുത്തതോ, നോ ഓർ ലെസ് സൈഡ് ഇഫക്ട്സ്. സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സൈഡ് ഇഫക്ട്സ് വളരെ കുറച്ചോ അല്ലെങ്കിൽ വളരെ ഉണ്ടാകാനോ പാടില്ല. ഇത് ഉപയോഗിച്ചിട്ട് അതിനുവേണ്ടി അടുത്ത ചികിത്സിക്കാൻ നടക്കണം അല്ലെ. സോ നോ ഓർ ലെസ് സൈഡ് ഇഫക്ട്സ് എന്നാണ് അടുത്തത്. വളരെ ഈസിലി അവൈലബിളും ചീപ്പ് റേറ്റും ആയിരിക്കണം. വളരെ അടുത്ത് തന്നെ കിട്ടുകയും വേണം. അതുപോലെ പൈസ കുറവായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡിസയർ ഓഫ് ദ യൂസർ. ഇത് ഉപയോഗിക്കുന്ന ആളുടെ സെക്ഷൽ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഇത് തടസ്സം നിൽക്കാനും പാടില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഒരെണ്ണം പോലും ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ടില്ല. എല്ലാ കോൺട്രാസെപ്റ്റീവിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും എല്ലാം ഉണ്ട്. അടുത്ത ചോദ്യം, സ്പേമിന്റെ ചലനശേഷി കുറയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ല കോൺട്രാസെപ്റ്റീവ് ഏത് എന്നാണ്. യു ക്യാൻ യൂസ് കോപ്പർ ടി ഓർ കോപ്പർ 7. കാരണം കോപ്പർ അയോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പേംസിന്റെ മോട്ടിലിറ്റി കുറയ്ക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കോപ്പർ ടിയോ കോപ്പർ 7 ഒക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. കോപ്പർ റിലീസിംഗ് IUD ആയിട്ടുള്ള മൾട്ടിലോഡ് 375 വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, കോപ്പർ ടിയോ കോപ്പർ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. An infertile couple is advised to adopt test-to-baby program. Describe 2 principal procedures adopted for such technologies. ഇത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയും വന്നിട്ടുണ്ട്. Explain the zygote intrafallopian transfer technique, that is ZIFT. How is intrauterine transfer IUT technique differ from it? Okay, അപ്പോൾ നേരെ നമ്മൾ കടക്കുന്നത് നമ്മുടെ RCH പ്രോഗ്രാമുകളിലേക്കാണ്. നമ്മുടെ ആർട്ട് പ്രോഗ്രാമുകളിലേക്കാണ്. ആർട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. സോ ഇതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോഗ്രാമാണ് ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാം. അപ്പോൾ ഈ ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാമിൽ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF ആൻഡ് ദെൻ എംബ്രിയോ ട്രാൻസ്ഫർ. ഈ എംബ്രിയോ ട്രാൻസ്ഫർ 2 രീതിയിൽ നടത്താം. ഒന്ന് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ, അടുത്തത് സിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സോ ഈ എന്താണ് ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ഓവത്തിനെയും സ്പേമിനെയും പുറത്തെടുത്തിട്ട് ഒരു നല്ലൊരു സ്റ്റെറൈൽ കണ്ടീഷനിൽ ഇവർ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കും. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതിനുശേഷം ഇതൊരു 8 സെൽഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് സിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇല്ല, ഒരു 16 മുതൽ 32 സെൽഡ് സ്റ്റേജിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള സമയമായി, ആ പരുവമായി. അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം അതിനെ യൂട്രസിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിഫ്റ്റ് ആൻഡ് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ സിഫ്റ്റ് ചെയ്യത്തുള്ളൂ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ്, അതാണ് 16 to 32 സെൽഡ് സ്റ്റേജ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, നേരെ എങ്ങോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്
യൂട്രസിലേക്കായിരിക്കും. കാരണം ഇംപ്ലാന്റ് ചെയ്യാനുള്ള സമയമായി, അതുകൊണ്ടാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത്രയും വലുതായി അത്, ആ സൈഗോട്ട് അല്ല, പിന്നെ അത് എംബ്രിയോ ആണ് അല്ലെ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എ ചൈൽഡ്ലെസ് കപ്പിൾ ഹാസ് അഗ്രീഡ് ഫോർ എ ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാം. ലിസ്റ്റ് ഓൺലി ദ ബേസിക് സ്റ്റെപ്സ് ദ പ്രൊസീജിയർ that would involve to conceive the baby, or give any two reasons for infertility among young couples. Test tube baby program is a boon to such couples. Explain the steps followed in this procedure. സോ നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇന്ന് ഇൻഫെർട്ടിലിറ്റി ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അല്ലെ. സോ അത് ആ ഒരു പ്രോസസ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് കുറെ ഫിസിക്കൽ റീസൺസ് ഉണ്ട്, കൺജനിറ്റൽ അതായത് ജെനിറ്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഡ്രഗ് യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, അതുപോലെ സ്മോക്കിംഗ്, പിന്നെ ഈവൻ ചില നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ളത്, നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം. ഓക്കെ, സോ നമ്മുടെ ടെൻഷൻസും നമ്മുടെ ആങ്സൈറ്റി പോലും ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോ ഇവിടെ ഒരാൾ ചോദിക്കുന്നു വാട്ട് ഇസ് ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്നു. അഷ്ബൽ, ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഗാമേറ്റ് ഇൻട്രോഫെലോപ്പിൻ ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു സ്ത്രീക്ക് ഗാമേറ്റ് ഇല്ല, ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, അപ്പോൾ ഓവം ഡൊണേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ ചോദിക്കുന്നുണ്ട്. ഇൻ വൈവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അകത്ത് വെച്ച് തന്നെയാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അതാണ് ഇൻ വൈവോ. പുറത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതാണ് ഇൻ വിട്രോ, അകത്ത് വെച്ച് ഫെർട്ടിലൈസ് ആണ് ഇൻ വൈവോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ പിന്നെ വരുന്നത് ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാം ആണ്. ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാമും IUFും അതുപോലെ തന്നെ സിഫ്റ്റും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. സെയിം ക്വസ്റ്റ്യൻ സെയിം ആൻസർ. ആകെ എക്സ്ട്രാ പറയേണ്ട ഒരു പോയിന്റ് എനിക്ക് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്, ആ റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ ആകാം, കോൺജനിറ്റൽ ആകാം, സൈക്കോളജിക്കൽ ആകാം, ഇമ്മ്യൂണോളജിക്കൽ ഒക്കെ ഇതിന്റെ റീസൺസ് ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ, ദാറ്റ് ഈസ് ICSI, ആൻഡ് ഗമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് ഗിഫ്റ്റ്, ആർ ടു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഹൗ ഈസ് വൺ ഡിഫറെന്റ് ഫ്രം ദി അതർ? സൈറ്റോപ്ലാസ്മിക് സ്പെർം, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവത്തിന്റെ അകത്തേക്ക് സ്പെർമിനെ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്പേമിന്റെ മോട്ടിലിറ്റി, ചലനശേഷിക്കൊക്കെ വളരെ കുറവുണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. പക്ഷെ ഓർത്തിരിക്കുക, സ്പേം കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് കേട്ടോ. സ്പേം കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. സ്പേമിന്റെ ചലനശേഷി കുറവാണെങ്കിൽ, മോട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ സാധാരണ സ്പേമിനെ ഡയറക്റ്റ് ആയിട്ട് ഓവത്തിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത്. ഗിഫ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ആരും ചോദിച്ചു, അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്താ കൊടുക്കേണ്ട ഗിഫ്റ്റ്? ഓവം അല്ലെ. ഒരു സ്ത്രീക്ക് ഓവം പ്രൊഡക്ഷൻ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓവത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതാണ് ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ആ ഓവത്തിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നതിനെയാണ് ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അത് സിസ്റ്ററിൽ നിന്നാകാം, അമ്മയിൽ നിന്നാകാം, റിലേറ്റീവ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണറിൽ നിന്നാകാം നമ്മൾ ഓവം സ്വീകരിക്കുന്നത്. സോ അങ്ങനെ ഓവത്തിനെ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു അല്ലെ, അതാണ് ഗിഫ്റ്റ്, ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. എക്സ്പ്ലെയിൻ വൺ ആപ്ലിക്കേഷൻ ഓഫ് ഈച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. ഓരോ ടേംസ് എന്തൊക്കെയാണ്? ഒന്ന്, ആംനിയോസെന്റസിസ്. ഓൾറെഡി പറഞ്ഞു, ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നും കുഞ്ഞിന്റെ ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ആംനിയോസെന്റസിസ് എന്ന് വിളിക്കുന്നത്. ലാക്ടേഷണൽ അമ്നോറിയ. എന്താ ലാക്ടേഷണൽ അമ്നോറിയ? ലാക്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ ഒരിക്കലും ഗർഭിണിയാകില്ല എന്നുള്ള നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെയാണ് ലാക്ടേഷണൽ അമ്നോറിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് സിഫ്റ്റ്. എന്താ ഫുൾ ഫോം? സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ടുള്ള എംബ്രിയോയെ നമ്മൾ അമ്മയുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആർട്ടിനെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ് സിഫ്റ്റ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഓരോ ടേംസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാതെ പോയൊരു പോയിന്റ് കൂടി ഞാൻ പറയുന്നു, STI, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. മക്കളെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ സെക്സിലൂടെ, അതായത് രണ്ടുപേര് തമ്മിലുള്ള ഇന്റർകോഴ്സിലൂടെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന അസുഖങ്ങളെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. എയ്ഡ്സ്, ഗൊണേറിയാസിസ്, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്സ്, ജെനിറ്റൽ വാർട്സ് എന്നൊക്കെ പറയുന്ന ക്ലാമിഡിയോമോണാസിസ് എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങളാണ് ഇതിനകത്ത് വരുന്ന, ഈ ലിസ്റ്റിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ഒരിക്കലും സെക്സിലൂടെ മാത്രമല്ല വരുന്നത്, അത് മറ്റു കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷേ നമ്മുടെ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ഒക്കെ ഉണ്ട് വലിയ പ്രത്യേകത, അത് നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തിയാൽ പോലും നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതേസമയം ഇപ്പൊ നമ്മുടെ ഗൊണേറിയാസിസ് ആയാലും സിഫിലിസ് ആയാലും ക്ലാമിഡിയാസിസ് ആയാലും ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങളും ആണ്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ STI വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാ? ഒന്ന്, അൺനോൺ പാർട്ട്നേഴ്സും അതുപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും ഒഴിവാക്കുക. ഏത് സമയത്തും ഫിസിക്കൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഒരു കൺസൾട്ട്, ഒരു ഡോക്ടർ, ഒരു കറക്റ്റ് ഒരു എന്താ പറയാ പ്രാക്ടീഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറിനെ എന്ത് ചെയ്യുക, കാണിക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ്, ദാറ്റ് ഈസ് എവല്യൂഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, all RTIs are STDs but are STIs ചോദിക്കുന്നുണ്ട്. അത് നല്ലൊരു ചോദ്യമല്ലേ, ഇത് എന്താണ്, നല്ല എളുപ്പമുള്ള ചോദ്യമല്ലേ അത്. അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അത് സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നതാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും STD അല്ല, പക്ഷെ STDകളെല്ലാം റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനെ തന്നെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് ശരിയല്ലേ ആ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഓൾ STDs ആർ RTI, റീപ്രൊഡക്റ്റീവ് ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. പക്ഷെ എല്ലാ RTIയും STDs അല്ല, കാരണം എല്ലാ RTIയും വരുന്നത് സെക്സിലൂടെ അല്ല. അല്ലാതെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ വരുന്നത് സെക്സിലൂടെയാണോ? അല്ല. അപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് അല്ലാതെ വരുന്നുണ്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ, അത് സെക്സിലൂടെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമ്മുടെ എവല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Wings of birds and wings of butterfly contribute to locomotion. Explain the type of evolution such organs are a result of. അപ്പോൾ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈയും വിങ്സ് ഓഫ് ബേർഡ്സും ഇത് രണ്ടും ചെയ്യുന്നത് ഒരേ ഫംഗ്ഷൻ ആണ്. സോ സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. ഇത്തരത്തിലുള്ള ഓർഗൻസ് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അനലോഗസ് ഓർഗൻസ് എന്നാണ്. അത്തരത്തിലുള്ള എവല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കൺവേർജന്റ് എവല്യൂഷൻ എന്നാണ്. സോ ദി ആൻസർ ഇസ് കൺവേർജന്റ് എവല്യൂഷൻ. കാരണം ഇവരെല്ലാവരും ഒരേ സ്ഥലത്തേക്ക് വരികയും അവിടെ ഒരുപോലെയുള്ള അഡാപ്റ്റേഷൻ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. എല്ലാവരും പറക്കുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷനിലേക്ക് വന്നു. അത്തരത്തിലുള്ള എവല്യൂഷനെ കൺവേർജന്റ് എവല്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് പെൻഗ്വിന്റെയും ഡോൾഫിന്റെയും ഫ്ലിപ്പേഴ്സ് രണ്ടും നീന്താനാണ് ഉപയോഗിക്കുന്നതെങ്കിലും they are doing different functions എന്നുള്ളതാണ്. different structure എന്നുള്ളത്, they are having different structure, but രണ്ടും ചെയ്യുന്നത് ഒരേ ഫംഗ്ഷൻ, നീന്താനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സോ സെയിം സ്ട്രക്ചർ, സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ, അതാണ് അനലോഗസ് ഓർഗൻസ്. എന്നാൽ ഓപ്പോസിറ്റ് ഉണ്ട് അല്ലേ, എന്താ? സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ, അതാണ് ഹോമോലോഗസ് ഓർഗൻസ്, അതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ. Next question, how would the gene flow or genetic drift affect the population in which either of them happen to take place? നമുക്കറിയാം നമ്മുടെ ഒരു പോപ്പുലേഷനിൽ ജനറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഇക്വേഷൻ എന്താ? p² + 2pq + q² = 1. സോ എപ്പോഴാണ് ഈ പറയുന്ന ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകുന്നത്? ഒന്നെങ്കിൽ ജീൻ ഫ്ലോ നടക്കണം, അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കണം. ജീൻ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആണ് ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റലി നടക്കുന്ന ഒരു മൈഗ്രേഷനെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും നടന്നാലും ആ സമൂഹത്തിൽ ആ പോപ്പുലേഷന്റെ ജനറ്റിക് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആകും. ആ =1 എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആകും. 5 ഫാക്ടേഴ്സ് ആണ് ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഒന്ന് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ, അടുത്തത് ജനറ്റിക് ഡ്രിഫ്റ്റ്, then mutation, then recombination and natural selection. ഈ 5 ഫാക്ടേഴ്സ് ആണ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ജനറ്റിക് ഇക്വിലിബ്രിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Write 2 differences between Homo erectus and Homo habilis. Rearrange the following
from early to late geological periods. Okay മക്കളെ, വേഗം പഠിക്കാം നമുക്ക്. ഹോമോ ഹാബിലിസും ഹോമോ ഇറക്ടസും തമ്മിലുള്ള വ്യത്യാസം. ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോമോ ഹാബിലിസ് ആണ് ആദ്യം ഉണ്ടാകുന്നത് അല്ലെ. ഹോമോ ഹാബിലിസിന് 650 ആയിരുന്നു അതിന്റെ ബ്രെയിൻ കപ്പാസിറ്റി, 650 cc ആയിരുന്നു, 650 cc ആയിരുന്നു. പക്ഷെ ഹോമോ ഇറക്ടസിലേക്ക് വന്നപ്പോൾ അതിന്റെ ബ്രെയിൻ കപ്പാസിറ്റി കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആയി, 900 to 1140 cc അതിന്റെ ബ്രെയിൻ കപ്പാസിറ്റി ഇൻക്രീസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ഹോമോ ഇറക്ടസിന്റെ ബ്രെയിൻ ആയിരിക്കും കുറച്ചുകൂടി വലിയ ബ്രെയിൻ. അടുത്ത് ഹോമോ ഹാബിലിസ് ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ റീജിയനിലായിരുന്നുവെങ്കിൽ ഹോമോ ഇറക്ടസ് ഉണ്ടായിരുന്നത് ഹോമോ ഹാബിലിസ് ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ റീജിയനിൽ ആയിരുന്നുവെങ്കിൽ ഹോമോ ഇറക്ടസ് നമ്മളെ പോലുള്ളവരാ എവിടെ, ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മളായിരുന്നു ബ്രെയിനിലൊക്കെ കുറച്ച് കൂടുതൽ, അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. ഹോമോ ഇറക്ടസ് ഉണ്ടായിരുന്നത് ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ ആയിരുന്നു. അടുത്ത് ഹോമോ ഹാബിലിസ് വലിയ യാത്ര നടത്തിയ ഹിസ്റ്ററി ഒന്നുമില്ല, അവന്മാർ ആഫ്രിക്കയിൽ ഉണ്ടായി ആഫ്രിക്കയിൽ തന്നെ ഇരുന്നു. പക്ഷെ ഹോമോ ഇറക്ടസ് അങ്ങനെയല്ല, അവന്മാര് പല സ്ഥലങ്ങളിലും യൂറോപ്പിലും ഏഷ്യയിലൊക്കെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കാം. ഹോമോ ഹാബിലിസിന് ഒരു കറക്റ്റ് എണീറ്റ് നിന്നാൽ ഇങ്ങനെ കറക്റ്റ് ഇറക്റ്റ് പോസ്റ്റർ അല്ല, ഒരു കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റർ, കുറച്ച് വളഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇറക്ടസ് ആ പേര് തന്നെ ഉണ്ട്, ഇറക്ടസ് എന്നാണ്, ഇറക്റ്റ് നേരെ നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ ഹോമോ ഇറക്ടസ് ഒരു അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ളവരായിരുന്നു. അതുപോലെ സ്റ്റോൺ ടൂൾസ് ആണ് ആക്ച്വലി ആരുപയോഗിച്ചത്, ഹോമോ ഹാബിലിസ്. കാട്ടില് നിങ്ങൾ ഇങ്ങനെ ആഫ്രിക്കക്കാർ കുറെ സ്റ്റോൺ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് ഒരു ഫിഗർ മനസ്സിലാക്കി വെച്ചോ. അപ്പോ ഇത് എന്നാൽ സ്റ്റോൺ ടൂൾസ് അത് കുറച്ചുകൂടി നല്ല റിഫൈൻഡ്, നല്ല എന്താ പറയുക, നല്ല ഒരച്ച് നല്ല ഷാർപ്പാക്കി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഹോമോ ഇറക്ടസ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു വെറും കല്ല് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഹോമോ ഇറക്ടസ് അതിനെ ഷാർപ്പൺ ചെയ്ത് മൊനയുള്ള കുന്തമൊക്കെ ആക്കി മാറ്റി അങ്ങനെയാണോ അതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതാണ് ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകത. ഇപ്പൊ 2 ഡിഫറൻസ് ചോദിച്ചോളെങ്കിൽ നമ്മൾ കുറെ ഒരു 5ഓളം ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ ഫോളോയിങ് ലേറ്റ് ജിയോളജിക്കൽ പീരീഡ്സ് അറേഞ്ച് ചെയ്യാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഇതൊക്കെയാണ് ആ പീരീഡുകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു തരാം നിങ്ങൾക്ക്. പീരീഡുകൾ എന്ന് പറയുന്നത് 4, നമുക്ക് പ്രധാനമായിട്ടും 4 ഇറകളാണുള്ളത്. ഒന്ന് xenozoic, mesozoic, then paleozoic, proterozoic and archean എന്ന് പറയുന്നത്. ഇതിൽ ഈ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്, സീനോസോയിക്, മീസോസോയിക് ആൻഡ് പാലിയോസോയിക്. ഈ പറയുന്ന ഇറകളെ വീണ്ടും പല പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് വരാം, കാരണം ഏറ്റവും ആദ്യത്തേത് ഇതാണ്, ഈ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. സോ കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, സിലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ, ട്രയാസിക്, Jurassic, Cretaceous, Tertiary and Quaternary. These are the periods. Okay, ഇതൊക്കെയാണ് periods എന്ന് പറയുന്നത്. അപ്പൊ ഈ പീരീഡുകളാണ് ഇവിടെ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതിൽ ഏറ്റവും ഏർലി ടു ലേറ്റിലേക്ക് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഏർലി എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഏർലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജുറാസിക് ആണ്. കാരണം ജുറാസിക് ആണ് ഈ തന്നിരിക്കുന്നതിൽ ഏർലി ആയിട്ട് വരുന്നത് ജുറാസിക് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ജുറാസിക്. അത് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് പിന്നെ നടക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് കാർബോണിഫറസ് ആണ് രണ്ടാമത് വരുന്നത്, ദെൻ മൂന്നാമത് വരുന്നത് സിലൂറിയൻ ആണ്. ഓക്കെ, ഒന്നാമത്തെ ജുറാസിക് ഏതാണ് ഏറ്റവും ലാസ്റ്റ്, നമുക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് ജുറാസിക് ഒക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, കാർബോണിഫറസ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏതെന്ന് പറയുന്നത് സിലൂറിയൻ എന്ന് പറയുന്നത്. ഇത് CBSE സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പേരുകളൊക്കെ CBSE നമ്മുടെ NCERT ടെക്സ്റ്റിൽ ചിലയിടങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ചില ഫിഗേഴ്സ് തന്നിരിക്കുന്നതിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പീരീഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പീരീഡുകളെങ്കിലും ഒന്ന് വായിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ടെക്സ്റ്റിലുള്ള പീരീഡുകൾ വായിച്ചാൽ മതിയാകും. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. CBSEക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പീരീഡുകളെല്ലാം തന്നെ ഒന്ന് നോക്കി വെച്ചേക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ചോദ്യത്തിനോടൊപ്പം അതുകൂടി എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ആ ഫിഗറിലുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിലുള്ള ഫിഗറിലുള്ള സാധനം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി കേട്ടോ. യെസ്, ടെക്സ്റ്റില് ഉണ്ട് എന്നൊക്കെ ആരോ പറയുന്നുണ്ട്, നിവ്. ഓക്കെ, 139. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മെൻഷൻ ഡാർവിൻസ് ഒബ്സർവേഷൻ മെയ്ഡ് ഓൺ ഫിഞ്ചസ് ഡ്യൂറിംഗ് ഹിസ് വിസിറ്റ് ടു ഗാലപ്പഗോസ് ഐലൻഡ്. റൈറ്റ് ദ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ഡാർവിൻ ഓൺ ഹിസ് ഒബ്സർവേഷൻസ്. അപ്പോ ഫിഞ്ചുകളെ കാണാൻ വേണ്ടിട്ട് അല്ലെ, അതെവിടെയാ ഈ ഫിഞ്ചുകൾ? നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡില് നമ്മുടെ കപ്പലിലേറി നമ്മുടെ
ഡാർവിൻ എങ്ങോട്ട് പോയി? നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് പോയി അല്ലെ. ആ ഗാലപ്പഗോസ് ഐലൻഡിൽ ചെന്നപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ കുറച്ച് കുരുവികളെ കണ്ടു, കുഞ്ഞു കുരുവികൾ, ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്ന കുഞ്ഞു പക്ഷികൾ. ഈ പക്ഷികളെ കണ്ടപ്പോൾ അയാൾ എന്താ കണ്ടത്? അതില് പലർക്കും ബീക്സ് പല ഷേപ്പിലായിട്ടിരിക്കുന്നത്. ചിലർക്ക് നീണ്ടിരിക്കുന്നു, ചിലർക്ക് ചെറുതാണ്, ചിലർക്കാണെങ്കിൽ വളഞ്ഞിരിക്കുന്നു. അങ്ങനെ പല പല ബീക്സ് ഉള്ള പക്ഷികളെയാണ് അദ്ദേഹം കണ്ടത്. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് അദ്ദേഹം പോയത് അല്ലെ. അപ്പൊ ഈ ബീക്ക് പല പല ബീക്സ്, എന്നാൽ എല്ലാം ഫിഞ്ചസ് ആണ്, പക്ഷെ ബീക്ക് പല പല ഷേപ്പുകളിലേക്ക് മാറി. എന്തുകൊണ്ടാ? കാരണം പല ഇടങ്ങളിലേക്ക് ഇവര് ഒരിടത്ത് നിന്ന് പല സ്ഥലങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോയി അല്ലെ. അങ്ങനെ പല ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പോയപ്പോൾ അവിടെ കിട്ടുന്ന ഫുഡ് പല ടൈപ്പാണ്. അപ്പൊ ഏത് ഫുഡാണോ അവർക്ക് കഴിക്കാൻ കിട്ടുന്നത് അതിനനുസരിച്ച് അവരുടെ ബീക്ക് ഷേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ഇതിനെ അദ്ദേഹം വിളിച്ച പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് അദ്ദേഹം അവിടെ കണ്ട ഫിനോമിന. അതായത് ഒരിടത്ത് നിന്നും പല ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ആകുകയും ആ പല ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പോയതിനു ശേഷം അവിടെ അവർ അഡാപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഗാലപ്പഗോസ് ഐലൻഡിൽ ഡാർവിൻ കണ്ടത് ഈ ഫിഞ്ചുകളുടെ അഡാപ്റ്റീവ് റേഡിയേഷനെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. സ്റ്റേറ്റ് ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് അപ്പാരന്റ് ആൻഡ് ഹാൾഡെയ്ൻ തിയറി വിത്ത് റെഫറൻസ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അപ്പാരന്റ് ആൻഡ് ഹാൾഡെയ്ന്റെ തിയറി പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കെമിക്കൽ എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത് നമ്മുടെ അപ്പാരന്റ് ആൻഡ് ഹാൾഡെയ്ൻ ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആദ്യത്തെ ജീവൻ ഉണ്ടായത് ജീവനില്ലാത്ത ചില ഓർഗാനിക് മോളിക്യൂൾസ് ചേർന്നിട്ടാണ്. അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ് പോലെയുള്ള ജീവനില്ലാത്ത ബയോമോളിക്യൂൾസ്, ഓർഗാനിക് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത് എന്നുള്ളതാണ്. അതുപോലെ അന്നത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഭൂമി നല്ല ചൂടായിരുന്നു, അന്ന് ഓക്സിജൻ ഇല്ലായിരുന്നു. അന്നത്തെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ഈ ജീവൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ളതാണ്. അത് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പുതിയ ജീവനുകൾ എന്തുകൊണ്ട് ആ പ്രോസസ് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അന്നത്തെ ഭൂമിയുടെ കണ്ടീഷൻ അല്ല ഇന്നുള്ളത്. അതുകൊണ്ടാണ് അന്ന് നടന്ന പ്രോസസ്സുകൾ ഇന്ന് നടക്കാതിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തെളിയിച്ചത് ഏതാ? മില്ലേഴ്സ് എക്സ്പെരിമെന്റ്, യൂറേ ആൻഡ് മില്ലേഴ്സ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? തെളിയിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ഒപ്പാരന്റ് ആൻഡ് ഹാൾഡെയ്ൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഉണ്ടാവില്ല, ഇനിയുള്ള ഫർദർ ഡിസ്കഷൻസിൽ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇത് സൂപ്പർ 60 ഒക്കെ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ അനലോഗസ് സ്ട്രക്ചേഴ്സ് എ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ? നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് ജീവികൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പേർക്കും ഒരുപോലെയുള്ള ഒരു അഡാപ്റ്റേഷൻ വേണം. ഇപ്പൊ ഉദാഹരണത്തിന് കുറെ ജീവികൾ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളത്തിൽ ജീവിച്ചാൽ എല്ലാ പേർക്കും നീന്താനുള്ള ഒരു അഡാപ്റ്റേഷൻ വന്നല്ലേ പറ്റൂ. അപ്പോൾ നീന്താനുള്ള അഡാപ്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടാകും. എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഹാബിറ്റാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ അഡാപ്റ്റേഷൻ ഉണ്ടാകും. അങ്ങനെ എല്ലാവരും ഒരു പോയിന്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ ഫംഗ്ഷൻ സെയിമും ഡിഫറെന്റ് സ്ട്രക്ചറുമുള്ള അഡാപ്റ്റേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഓർഗൻസിനെയാണ് നമ്മൾ അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. Write the term used for the resemblance of varieties of placental mammals to corresponding marsupials in Australia. നമ്മൾ അതിനെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കും അല്ലെ. അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് നമ്മൾ എക്സാമ്പിൾസ് പഠിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് മാർസുപ്പിയൽ മാമൽസ് പഠിക്കുന്നുണ്ട്, പ്ലാസന്റൽ മാമൽസ്, മാർസുപ്പിയൽസ് ഓഫ് ഓസ്ട്രേലിയ, പിന്നെ നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ്. ഇത് മൂന്നും എക്സിബിറ്റ് ചെയ്യുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എക്സാമ്പിൾസ് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ ഫ്രം ദ ഫോളോയിങ്. കൺവേർജന്റ് എവല്യൂഷൻ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്, അത് അനലോഗസ് ഓർഗൻസും ആണ്. അടുത്ത, ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഡൂയിങ് ദ സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. സോ അതും കൺവേർജന്റ് തന്നെയാണ്. വെർട്ടിബ്രേറ്റ് ബ്രെയിൻ ആക്ച്വലി ഹോമലോഗസ് ഓർഗൻസ് ആണ്, സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ് വരുന്നത്. സോ അത് ഹോമലോഗസ് ഓർഗൻ ആണ് വരുന്നത്. അപ്പോൾ കൺവേർജന്റ് എവല്യൂഷൻ വരുന്നത് 1 ഉം 2 ഉം മാത്രമാണ്. മക്കളെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ,
അനലോഗസ് ഓർഗൻസ് പഠിക്കുമ്പോൾ ഹോമലോഗസ് ഓർഗൻസ് പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതി വെച്ച് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ബിക്കോസ് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. സോ എക്സാമ്പിൾ നന്നായിട്ട് എന്ത് ചെയ്തോണം, പഠിച്ചു വെച്ചോണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മറന്നുപോയി തിരിഞ്ഞു പോയി എന്ന് അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് നന്നായിട്ട് എഴുതി സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം കേട്ടോ. അനിമൽ എക്സാമ്പിളും പ്ലാന്റ് എക്സാമ്പിൾസും രണ്ടും നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എക്സാമ്പിൾസ് ഓഫ് ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ് ഫ്രം ദ ഫോളോയിങ്. വെർട്ടിബ്രേറ്റ് ഹാർട്ട്. വെർട്ടിബ്രേറ്റ് ഹാർട്ട് എന്ന് പറയുന്നത് ഹോമോലോഗസ് ആണ്. തോൺസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കുർബിറ്റ, ഇത് രണ്ടും സ്ട്രക്ചറലി സെയിം ആണ്, ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്, അപ്പോൾ ഹോമോലോഗസ് ആണ്. ഫുഡ് സ്റ്റോറേജ് ഓർഗൻസ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ, അതും ഹോമോലോഗസ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം ഹോമോലോഗസ് ഓർഗൻസ് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഹോമോലോഗസും അനലോഗസും എല്ലാം നിങ്ങൾ എക്സാമ്പിൾ സഹിതം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോറി ഒരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇപ്പോഴാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഡൂയിങ് ദ സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. സോ ദാറ്റ് ഈസ് അനലോഗസ് ഓർഗൻസ്. ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ ഡൂയിങ് ദ സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്, അത് അനലോഗസ് ആണ്. ലാസ്റ്റ് വൺ അനലോഗസ് ആണ് കേട്ടോ, അനലോഗസ് ഓർഗൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോകെമിക്കൽ സിമിലാരിറ്റീസ് എമംഗ് ഡൈവേഴ്സ് ഓർഗാനിസംസ് ഇൻ എവല്യൂഷൻ. നമുക്കറിയാം, നമ്മൾ എല്ലാ ജീവികളെയും നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതില്ലേ, സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം തൊട്ട് നമ്മളെ വരെയുള്ള ഏത് ജീവിയെ എടുത്തോളൂ, നമ്മുടെ എല്ലാവരുടെയും DNA ഒരേപോലെയല്ലേ? ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരു 95% ഒക്കെ സിമിലാരിറ്റിയിലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപോലെയല്ലേ? നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇമ്പോർട്ടന്റ് എനർജി സോഴ്സ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള മൈറ്റോകോൺട്രിയ ഒരുപോലെയല്ലേ? നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാവരുടെയും ശരീരത്തിനകത്ത് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപോലെയല്ലേ? അപ്പോൾ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം തൊട്ട് വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ സിസ്റ്റം ലെവലിലുള്ള ജീവി വരെ നമ്മൾ എടുത്താലും ഇവരിൽ എല്ലാവരിലും ഈ പറയുന്ന എന്താ പറയുക, സിമിലാർ ബയോകെമിക്കൽ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. RNA, DNA, സെൽ ഓർഗൻസ് ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു കോമൺ ആൻസസ്ട്രിൽ നിന്നാണ് വന്നത് എന്നുള്ളത് തന്നെയല്ലേ? അപ്പൊ അതാണ് ആ ഒരു സിമിലാരിറ്റിയുടെ ഇമ്പോർട്ടൻസ്. അടുത്ത, ആന്ത്രപ്പോജനിക് ആക്ഷൻസ് ഹാസ് ആൻ എവല്യൂഷൻ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇപ്പൊ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണം എവല്യൂഷൻ ഭയങ്കര സ്പീഡപ്പ് ആയി എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ DDT പൊടി ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ DDT ഉറുമ്പുകളെ കൊല്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ DDT പൊടി ഇടുമ്പോഴത്തേക്കും ഇൻസെക്റ്റുകൾ ഏതെങ്കിലും 1-2 ചിലപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു വരും. അതെന്തുകൊണ്ടായിരിക്കും? അവൻ ഈ DDTക്ക് റെസിസ്റ്റന്റ് ആയിരിക്കും. ഇനി എവന്റെ കുഞ്ഞുങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഇൻസെക്റ്റുകളും DDTക്ക് റെസിസ്റ്റന്റ് ആയിട്ട് മാറും. ആക്ച്വലി നമ്മളുടെ ഒരു ആക്ഷൻ ആണ് DDT റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തലമുറയെ ഇത് എവോൾവ് ചെയ്ത് വരാനുള്ള കാരണം. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മളുടെ പല ആക്ടിവിറ്റീസും എവല്യൂഷൻ സ്പീഡപ്പ് ആക്കി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾസ് ദ allele frequency of a population remain constant. How do you interpret the change in frequency of allelic population? Allelic population change, allelic frequency change ആകുന്നത് 5 ഫാക്ടേഴ്സിലൂടെ മാത്രമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജീൻ ഫ്ലോ or ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ക്രോസിംഗ് ഓവർ. അപ്പൊ ഈ പറയുന്ന പ്രോസസ്സുകളിലൂടെ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ, ഈ പ്രോസസ്സുകളിലൂടെ മാത്രമേ അലീലിക് ഫ്രീക്വൻസി എന്ത് ചെയ്യത്തുള്ളൂ, ചേഞ്ച് ആകത്തുള്ളൂ. ഈ 5 പ്രോസസ്സും നടന്നില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ ഒരു പോപ്പുലേഷൻ എപ്പോഴും ജനറ്റിക്കലി ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Coelacanth was caught in South Africa. State the significance of discovery of coelacanth in the evolutionary history of vertebrates, or the significance of coelacanth in evolution, or coelacanth was caught in 1938 in South Africa. Why is it very significant in the evolutionary history of vertebrates? അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, coelacanth എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ്. ഫിഷിൽ നിന്നാണ് ആംഫീബിയൻസ് ഉണ്ടായത് എന്നതിൻ്റെ
തെളിവാണ് ആക്ച്വലി സീലക്കാന്ത് എന്ന് പറയുന്നത്. ഫിഷിൽ നിന്നാണ് ആംഫിബിയൻസ് ഉണ്ടായത്. അതായത് ഫിഷ് കരയിലേക്ക് കയറുകയും തിരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതിലൂടെയാണ് ഫിഷിൽ നിന്ന് ആംഫിബിയൻസ് ഉണ്ടായത് എന്നതിന്റെ തെളിവായിരുന്നു സീലക്കാന്ത് എന്ന് പറയുന്നത്. പക്ഷെ സീലക്കാന്ത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ചില പാലന്റോളജിക്കൽ ഫോസിൽ വഴിയുള്ള തെളിവുകളല്ലാതെ ആരും ആ ജീവിയെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ 1938 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സീലക്കാന്തിനെ നമ്മൾ പിടികൂടുന്നതിലൂടെ കാണുന്നതിലൂടെ അത് ഒറിജിനലി ഉള്ള ജീവിയാണ് എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു. അതാണ് എവല്യൂഷനിൽ സീലക്കാന്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാരണം. ആൻഡ് ഇറ്റ് ഈസ് എ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഫിഷ് ആൻഡ് ആംഫിബിയൻസ്. ഓക്കെ, അതുപോലെ മറ്റൊരു കണക്ടിംഗ് ലിങ്ക് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആർക്കിയോപ്റ്റെറിക്സ്, വിച്ച് ഈസ് എ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായത് എന്നതിന്റെ തെളിവാണ് ആക്ച്വലി ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന കണക്ടിംഗ് ലിങ്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. How did Charles Darwin express fitness, or what is fitness of an individual according to Darwin? Fitness എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡാർവിൻ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിനെയാണ്, അത് വേറെ ഒന്നുമല്ല, ആ ആൾക്ക് സക്സസ്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്ത് അടുത്ത ജനറേഷന് ജന്മം നൽകാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇവിടെ ഫിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആണ്, അത് അടുത്ത ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഒരു കഴിവ് അയാളിലുണ്ട് എന്നതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ആയിട്ട് അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഫിറ്റ്നസ് എന്ന വേർഡ് കൊണ്ട് ഇവിടെ ഡാർവിൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഫോളോയിങ്. First, a 15 million years ago primate that was ape-like. ആൾക്കുരങ്ങിനെ പോലെ ഇരുന്ന 15 മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായിരുന്ന അതിന്റെ പേര് ഡ്രയോപിത്തേക്കസ് എന്നായിരുന്നു. അത് ഹ്യൂമൻ ലൈക്ക് ആണെങ്കിൽ രാമാപിത്തേക്കസ് ആണ് കേട്ടോ. A 2 million years ago primate that lived in East African grassland. അപ്പോൾ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡുകളിൽ ജീവിച്ചിരുന്ന ഒരു 2 million years ago ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികന്റെ പേരെന്ന് പറയുന്നത് ഓസ്ട്രലോപിത്തേക്കസ് എന്നാണ് കേട്ടോ. Yes, it is Australopithecus. Next question, write the probable differences in eating habits of Homo habilis and Homo erectus. Homo habilis നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് മീറ്റ് കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ Homo erectus അത് മീറ്റ് കഴിക്കുന്ന സ്വഭാവം, ഞാൻ പറഞ്ഞ ഏഷ്യക്കാരാണല്ലോ, അപ്പൊ നമ്മൾ മീറ്റ് കഴിക്കുന്ന സ്വഭാവം ഉള്ളവരാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡിവ്രിസ്, വാട്ട് ഈസ് സോൾട്ടേഷൻ? സോൾട്ടേഷൻ എന്ന് വെച്ചാൽ ലാർജ് ആയിട്ടുള്ള വളരെ വലിയൊരു മ്യൂട്ടേഷനെയാണ്, ലാർജ് സ്കെയിൽ മ്യൂട്ടേഷനെയാണ് നമ്മൾ സോൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഹ്യൂഗോ ഡിവ്രിസ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്ന ആളാണ് അല്ലെ, മ്യൂട്ടേഷൻ വഴിയാണ് എവല്യൂഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഹ്യൂഗോ ഡിവ്രിസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ ഡയറക്ഷൻ ലെസ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്, റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ. അവിടെ സോൾട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം സോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്പീസിയേഷൻ സംഭവിക്കും. ആ ജീവിയിൽ നിന്നും ആ ജീവിയുടെ ഒരു ലുക്കും ഇല്ലാത്ത മറ്റൊരു ജീവിയിലേക്ക് അത് മാറുന്നു എന്നൊക്കെയാണ് ഹ്യൂഗോ ഡിവ്രിസ് പറയുന്നത്. അപ്പോൾ എന്താണ് സോൾട്ടേഷൻ? ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷനെയാണ് സോൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. Next question, write the basis of origin of variations in organisms as described by Hugo Divris. ഹ്യൂഗോ ഡിവ്രിസ് പറഞ്ഞത് മ്യൂട്ടേഷൻ വഴിയാണ് എവല്യൂഷൻ സംഭവിക്കുന്നതെന്നും മ്യൂട്ടേഷൻ വഴിയാണ് പുതിയ ജീവികൾ ഉണ്ടാകുന്നു എന്നാണ് ഹ്യൂഗോ ഡിവ്രിസ് പറഞ്ഞത്. അപ്പോൾ ഹി ഗിവൺ ഇമ്പോർട്ടൻസ് ടു മ്യൂട്ടേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ കോമൺ ആൻസിസ്റ്റർ ഓഫ് ദ ഗ്രേറ്റ് ഏപ്സ് ആൻഡ് മാൻ. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ പൂർവികന്റെ പേര് ഡ്രയോപിത്തേക്കസ് എന്നാണ്. മനുഷ്യനെ പോലെ ഇരിക്കുന്ന നമ്മുടെ പൂർവികൻ എന്ന് പറയുന്നത് രാമാപിത്തേക്കസ് ആണ്. പക്ഷെ ഏറ്റവും വലിയ പൂർവികൻ, ഏറ്റവും മെയിൻ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഡ്രയോപിത്തേക്കസ് ആണ്. Next question, study the ladder of human evolution given above and answer the following. Where did Australopithecus evolve? Australopithecus നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡുകളിലാണ് ഓസ്ട്രലോപിത്തേക്കസ് ഉണ്ടായത്. Write the scientific name of Java man. Java manന്റെ scientific name ആണ് Homo erectus. Okay, Homo erectus നമ്മൾ ഏഷ്യക്കാരാണ് കേട്ടോ. Homo erectus എന്നാണ് Java manന്റെ scientific name ആണ് Homo erectus. And here is the last question, how would the gene flow or genetic drift affect the population in which either of them happen to take place? അതായത് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ,
or genetic drift? ഇതാണ് ചോദ്യം. നമുക്കറിയാം അലീലിക് ഫ്രീക്വൻസി p² + 2pq + q² എന്ന് പറയുന്ന ഹാർഡി-വെയ്ൻബെർഗ് ഇക്വിലിബ്രിയം, ആ ഹാർഡി-വെയ്ൻബെർഗ് ഇക്വിലിബ്രിയം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഇതിൽ ഒന്നാണ് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. അതായത് വളരെ പതിയെ ഒരു പോപ്പുലേഷനിൽ നിന്നും ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് വളരെ പതുക്കെ നടക്കുന്ന പ്രോസസ് ആണെങ്കിലും ഇപ്പൊ ഗൾഫിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പോകുന്നില്ലേ, വളരെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ലേ. പലരും പോയിട്ട് ചിലപ്പോൾ തിരിച്ചു വരാറ് കൂടിയില്ല അല്ലെ. അപ്പൊ നമ്മുടെ ജീനാണ് ഈ പോകുന്നത്. അങ്ങനെ വളരെ പയ്യെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജീനുകൾ ഇങ്ങനെ പോകുന്നതിനെയാണ് ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന ഫൗണ്ടർ ഇഫക്റ്റ് ഒക്കെ സംഭവിക്കുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുമ്പോഴാണ്. അപ്പൊ ജനറ്റിക് ഡ്രിഫ്റ്റിലും ഇവിടുന്നുള്ള ജീനുകളാണ് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. അത് വളരെ പെട്ടെന്ന് നടക്കുന്നു എന്ന് മാത്രം. അപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ള അലീലുകളാണ് ഈ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കറണ്ട് പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസികൾ എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത്, ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ചോദ്യങ്ങളും ഒപ്പം റിലേറ്റഡ് ആയുള്ള കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള 3 ചാപ്റ്റേഴ്സ്. മക്കളെ, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കണം കേട്ടോ. അതവിടെ വെറുതെ ഇരിക്കല്ലേ, എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, 3 ചാപ്റ്റേഴ്സ്, അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് എവല്യൂഷൻ, ഈ 3 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക, എല്ലാ കോൺസെപ്റ്റും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി സൂപ്പർ 60ൽ വീണ്ടും നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടിക്കാണും എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഓൾമോസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഹോഴ്സിന്റെ എവല്യൂഷൻ ചോദിക്കില്ല, അത് ഡിലീറ്റഡ് ടോപ്പിക് ആണ് കേട്ടോ. യെസ് ആദിത്യ, ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ മറ്റൊരു ചാപ്റ്ററിന്റെ മറ്റൊരു ടോപ്പിക്കിന്റെ ഡിസ്കഷനിൽ വീണ്ടും കാണാം. ഇനിയും ഒരു 3 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കും മക്കളെ, ടൈം വെറുതെ കളയരുത്. സോ ബി കോൺഫിഡന്റ്. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഫുൾ മാർക്ക് വാങ്ങിയിട്ട് സൈനത്തിൽ വരണം കേട്ടോ, നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? സോ നന്നായിട്ട് പഠിക്കുക. നല്ലൊരു രാത്രി തന്നെ ആശംസിക്കുന്നു. ഓക്കെ. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡയഗ്രാംസ് എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഡയഗ്രാംസ് മാത്രമായിട്ട് എടുത്തു തരാം കേട്ടോ. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച് അലീന. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കൂ. ടിൽ ദെൻ ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.